വളരെയധികം സന്തോഷമുള്ള ഒരു അനുഭൂതി നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. പാലക്കാടിൻ്റെ ചൈതന്യമായ ശ്രീ ഗുരുവായൂർ ഭഗവതിയുടെ സന്നിധി, അതും അമ്മയുടെ വേല 3 വർഷം കൂടുമ്പോൾ നടത്തുന്ന അതിഗംഭീരമായ വേല, അതിൻ്റെ ആ ചൈതന്യം നടന്നു നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ അമ്മയുടെ മഹനീയ സന്നിധിയിൽ എത്തിച്ചേരാൻ, നമ്മുടെ ഭാരത സംസ്കൃതിയെക്കുറിച്ച് ഒന്ന് ചിന്തന ചെയ്യാൻ എനിക്ക് കിട്ടിയ ഭാഗ്യത്തിൽ ഞാൻ അമ്മയുടെ പാതകളിൽ നമിക്കുകയാണ്. ക്ഷേത്ര ഭാരവാഹികളോട് എത്ര കൃതജ്ഞത പറഞ്ഞാലും മതിയാവില്ല. ഈ നാടിൻ്റെ സുഹൃതികളായ, അനുഗ്രഹീതരായ, ധന്യാത്മാക്കളായ, സഹോദരി ആത്മബന്ധത്തിലായ നിങ്ങൾക്കെല്ലാവർക്കും കൂടി ലോകം ഇന്ന് ഭാരതത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഇത് ഇന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. സമ്പത്തെന്ന് പറയുന്നത് കേവലം പണം മാത്രമല്ല. സമ്പത്തെന്ന് പറയുന്നത് വിദ്യാഭ്യാസം മാത്രമല്ല. സമ്പത്തെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ആത്മീയ സംസ്കൃതി കൂടെയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ലോകം മുഴുവൻ നമുക്കിന്ന് ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയും. ഇന്ന് നമുക്ക് 360 ഡിഗ്രി ക്യാമറയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ, ഒരു സ്ഥലത്ത് നിന്ന് 360 ഡിഗ്രി ക്യാമറയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ലോകത്തെ മൊത്തം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു വശത്ത് യൂറോപ്യൻ രാജ്യം, വേറൊരു വശത്ത് അറബ് രാജ്യം, അതിന് തൊട്ടടുത്ത് തന്നെ ഇസ്ലാമിക രാജ്യം, പിന്നീട് ചൈന, വമ്പൻ ശക്തിയായ ചൈന, ഇപ്പുറത്ത് ഭാരതം. ഈ രാജ്യങ്ങളെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വരുന്ന തലമുറയുടെ ഒരു അധപ്പതനം കണ്ടുകൊണ്ടുവരികയാണ്. സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ സാംസ്കാരികമായി വളരെയധികം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹ ജീവിതം വേണ്ട, പട്ടികളെ വളർത്തുന്ന പെറ്റ് കൾച്ചറിലേക്ക് മാറി ജനറേഷൻ കുറഞ്ഞ് വരികയാണ്. അവിടുത്തെ ഭരണാധികാരികളെ വളരെ ഉത്കണ്ഠയോടുകൂടിയിട്ടാണ് ഈ കാര്യം അവരെ വേദനയോടുകൂടി നോക്കിക്കണ്ടത്. കാരണം ചെറുപ്പക്കാർക്കൊന്നും വിവാഹമായി, അവർക്ക് ജോലി, സ്നേഹിക്കാനൊരു പട്ടി, പിന്നെ എന്തും ഇന്ന് കയ്യിൽ തോണ്ടിയാൽ കിട്ടുന്ന സംവിധാനം, ഭക്ഷണം വരെ നമുക്കറിയാം ഓൺലൈൻ വഴിക്കെത്തും. ഇത് വലിയൊരു ഡിസാസ്റ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ മൊത്തം. അതുകൊണ്ടാണ് ഇന്ത്യൻ കുട്ടികൾക്ക് അവിടെ ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. ധാരാളം ഇന്ത്യൻ കുട്ടികൾ അങ്ങോട്ട് പോകുന്നതിന് കാരണം അവിടുത്തെ ഒരു സമൂഹം അവർക്ക് വേറൊരു ജീവിതമായി മാറി. അവർക്കൊന്നും ഹയർ സ്റ്റഡീസിൽ പഠിക്കേണ്ട, യൂണിവേഴ്സിറ്റികളിലൊക്കെ ആളുകൾ കുറഞ്ഞു വരികയാണ്. ചെറിയ ജോലി, കിട്ടുന്ന പണം അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതൊക്കെ അവരുടെ ജീവിത ലക്ഷ്യം. കല്യാണം വേണ്ട, എല്ലാം അങ്ങനെ ഫ്രീക്ക് ഔട്ട് ലൈഫ്. ഇനി നമ്മൾ അറബ് രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ നല്ലോണമുണ്ട്. അവിടെ ഭരണാധികാരികളുടെ കരുത്തിലാണ് രാജ്യം പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ദുബായ്, അബുദാബി തുടങ്ങിയിട്ടുള്ള, ഒമാൻ തുടങ്ങിയുള്ള രാജ്യം, ഭരണാധികാരി ശക്തരാണെങ്കിൽ രാജ്യം സുരക്ഷിതമാണ്. പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങൾ, അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്തുണ്ട്, പിന്നെ സിറിയ, നിങ്ങൾ ഇറാൻ, ഇറാഖ് എന്നൊക്കെ കേൾക്കുന്ന രാജ്യങ്ങൾ, തൊട്ടടുത്ത് നമുക്ക് പാകിസ്ഥാനൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നോക്കുമ്പോൾ വലിയ അരാജകത്വത്തിലേക്ക് പോകും. മതത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്ത് മതം വലിയൊരു വിഷയമായി പോകും. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക, ആൺകുട്ടികൾ തന്നെ വളരെ മതചിന്തകൾ, മതവേഷങ്ങൾ, ഇവർക്ക് സമൂഹവുമായിട്ടുള്ള ആ കണക്ഷൻ പോയി. അവിടെയും ആ നാട്ടിൽ ആളുകൾ ഒതുങ്ങിക്കൂടി
അവർ മറ്റിടത്തൊന്നും പോകുന്ന അവരുടെ ഒരു അവരും അതുകൊണ്ട് നടക്കുക. അവർ തമ്മിൽ പകയുമായി. ഇറാഖിനെ കണ്ടുകൂടാ, ഒരു രാജ്യത്തിന് വേറൊരു രാജ്യത്തെ കണ്ടുകൂടാ. ഒരു മതത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കറിയാം വലിയ വിഭാഗീയത, സുന്നികളെന്നും ഷിയകളെന്നും പല വിഭാഗങ്ങൾ. ഒരു വിഭാഗത്തിൻ്റെ പള്ളിയിൽ വേറൊരു വിഭാഗം പോയിട്ട് ബോംബ് വയ്ക്കും. ഒരു സുരക്ഷിതമില്ലാത്ത രാജ്യങ്ങളായി അവർ മാറി. നോക്കൂ നിങ്ങൾ, ആ രാജ്യത്തിൻ്റെയും അവസ്ഥ മുന്നോട്ടുള്ള പോക്ക് അത്ര സേഫ്. ദുബായ് തുടങ്ങിയുള്ള രാജ്യങ്ങൾ ഇപ്പോഴെങ്കിലും സേഫായി കാണുന്നതിന് കാരണം അവിടുത്തെ ഭരണാധികാരികൾ കരുത്തുള്ളവരായിരുന്നു. അല്ലെങ്കിൽ അവിടെയും പ്രശ്നങ്ങളാണ്. ഒരു വിഭാഗത്തിന് വേറൊരു വിഭാഗത്തെ കണ്ടുള്ളത്. നിങ്ങൾ പാകിസ്ഥാനിലൊക്കെ കാണുന്ന ചിത്രങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സത്വം തിരിച്ചു. അടുത്ത കാലത്തെ രാമക്ഷേത്രം പ്രതിഷ്ഠ, ഞാനും അതിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഈ കേരളം മാത്രം പലപ്പോഴും നമ്മുടെ സംസ്കൃതിയോട് തിരിഞ്ഞു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെയാണ് നമുക്ക് എതിർപ്പുകൾ കൂടുതൽ കാണുന്നത്. രാമക്ഷേത്രത്തിന് എതിരാണ് രാമക്ഷേത്രത്തിൻ്റെ ആവശ്യം. ഇത്രയും കോടികൾ ചെലവഴിച്ചതിന് രാമക്ഷേത്രം. ഇതിന് നമുക്ക് ഹിന്ദു സമൂഹത്തിന് വ്യക്തത വേണം. നമ്മുടെ സമൂഹം ഇത് അറിഞ്ഞിരിക്കണം, നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. എന്തിനാണ് നമുക്കൊരു ക്ഷേത്രം? എന്തിനാണ് നമുക്ക് ഇത്രയും വലിയ ഉത്സവത്തിന് ഇത്രയും കാര്യങ്ങളൊക്കെ? അവിടെയാണ് നമ്മുടെ ഭാരതം ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നത്. ഞാൻ ഭാരതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ചൈനയിലേക്ക് കടക്കാം. ചൈന ഇന്ന് സാമ്പത്തികമായി 2ാം നിലയ്ക്ക് നിൽക്കുന്ന രാജ്യമാണ്. അമേരിക്ക കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ 2ാം ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് ചൈനയുടെ. അവരാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതും. നമുക്കറിയാം, ഇവിടെ കിട്ടുന്ന ഒരുപാട് സാധനം ചൈനയുടെയാണ്. ഈ ചൈനയും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അവിടെയും തലമുറകൾ വളർന്നു വരുന്നതോറും, കുട്ടികൾ വളർന്നു വരുന്നതോറും അവർക്ക് അവരുടെ ജീവിതം ജോലി, അതേപോലെ തന്നെ പണം ചെലവഴിക്കുക, സ്വന്തം സ്വാർത്ഥതയാണ്. കുടുംബജീവിതം അവിടെയും താളം നിൽക്കുന്നു. കുടുംബജീവിതത്തിൽ കല്യാണമൊന്നും വേണ്ട. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് പോപ്പുലേഷനിൽ അവരെ നമ്മൾ കടത്തി വിട്ടത്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യം ഒരു കാലത്ത് ചൈനയായിരുന്നു. ഇപ്പോൾ ലോകത്തിലെ നിറകയിൽ നിൽക്കുന്നത് നമ്മുടെ ഭാരതമാണ്. അവർ 138 കോടിയിലേക്ക്, അപ്പോൾ നമ്മൾ 145 കടന്ന് 46 നമ്മൾ അത്രയും ഉയർന്നു കുട്ടികളുടെ എണ്ണത്തിൽ. ഇത്രയും എണ്ണത്തിൽ ഈ കാര്യത്തിൽ നമ്മൾ കൂടുതലാണ്. ഇനി സാമ്പത്തികമായും നമ്മൾ ഏറെക്കുറെ അവരുടെ അടുത്തേക്ക് എത്തും. അവരെ മറികടക്കാൻ പറ്റില്ല. കാരണം അവരങ്ങനെ കുറേ കാലങ്ങളായി ആ രാജ്യത്തെ സാമ്പത്തികമായി ഉയർത്തി. പക്ഷെ നമ്മുടെ ഭാരതത്തിൻ്റെ ലക്ഷ്യം കേവലം സാമ്പത്തികമായ പുരോഗതി മാത്രമല്ല. അവർക്കില്ലാത്ത മറ്റൊന്ന് സാംസ്കാരികമായ ആത്മീയമായ ഒരു പരിവർത്തനമാണ്. അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭൗതികവും ആത്മീയവും ഒരുമിപ്പിക്കണം എന്നുള്ളതാണ്. കേവലം ഭൗതികം, അവരൊക്കെ ഭൗതികത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ ആത്മീയതയ്ക്കും പ്രാധാന്യമുണ്ട്. എന്താണ് ആത്മീയത? ആ വാക്കാണ് നമ്മൾ ഹിന്ദു സമൂഹത്തെ ഇന്ന് മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ളത്. നമ്മൾ സനാതന ധർമ്മം എന്നെല്ലാവരും പറയും ഈ വാക്ക്. അടുത്ത കാലത്ത് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകൻ ഉദയനിധി ആണ് ഈ സനാതന ധർമ്മത്തെ പരിഹസിച്ചത്. അപ്പോഴാണ് എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി, എന്താ ഈ സനാതന ധർമ്മം? നിങ്ങൾക്കറിയോ, സനാതന ധർമ്മം എന്ന വാക്കുപോലും നമുക്ക് അറിയേണ്ടി വന്നത് അതിനെ വിമർശിക്കുമ്പോഴാണ്. അതുവരെ ആരും ആ വാക്ക് ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാവരും ഇങ്ങനെ നാക്കിലിങ്ങനെ ഒഴുക്കുപോലെ പറയും സനാതന ധർമ്മം. പക്ഷെ എന്താ ഈ സനാതന ധർമ്മം എന്ന് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സെർച്ച് എഞ്ചിൻ ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്തിരിക്കുന്നത് ഈ ഉദയനിധി അതിനെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞതിന് ശേഷം. അതുവരെ ആരും അതിനെ അത്ര ഗൗരവമായിട്ടില്ല. അപ്പം ഈ സനാതന ധർമ്മം ഇന്ന് എല്ലാവരും പറയുന്നൊരു ശബ്ദമാണ് സനാതനം. സനാതനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സനാതനം എന്നും ശാശ്വതമായി നിത്യമായി നിലനിൽക്കുന്ന ഒരു ധർമ്മം, സനാതനമായ ധർമ്മം. അതായത് മാനവരാശിയെ പ്രകൃതിയെല്ലാം സനാതനമാക്കി നിലനിർത്തുന്നൊരു ധർമ്മം. അതെന്താണ് ആ ധർമ്മം?
ഇത് വ്യക്തമായി നമ്മൾ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ, മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് തലമുറകൾ ഇന്ന് ഈ സംസ്കൃതിയിലേക്ക് വരിക. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുണ്ടല്ലോ വെറും കൾച്ചറൽ പ്രോഗ്രാമിന് മാത്രം വന്ന് അവർ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിക്കുള്ള ഗാനമേളയോ, ഇന്നാണെങ്കിൽ നമുക്കറിയാം ശങ്കർ മഹാദേവ് വരുന്നു, അങ്ങനെയുള്ള വലിയ പേരുകളുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് അതാണ് ഇവരെ സംബന്ധിച്ച് വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമാകരുത്, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഓരോ കലയും സംസ്കാരവും നമ്മുടെ തലമുറകൾ അറിഞ്ഞിരിക്കണം. ശങ്കർ മഹാദേവൻ വരുന്ന മാത്രമാണ് കലയെ നൽകാൻ ഒരു നാടക കുഴുവൻ പാട്ടും, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലുള്ള അവിടെ ദേവിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വീണയോ, ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് ആസ്വദിക്കാൻ അവരുടെ മനസ്സിന് കഴിയാതെ പോയത്. എന്താണ് ഇതിൻ്റെ മഹത്വം എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സത്യത്തിൽ നമുക്ക് സാധിച്ചില്ല. നമ്മളൊക്കെ ഹിന്ദുക്കളാണെങ്കിലും നമുക്കൊരു വലിയൊരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്, വലിയൊരു വീഴ്ച വന്നിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും തലമുറകൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഓരോ ക്ഷേത്രത്തിനൊരു ചെറിയ ബുക്കിലിട്ട് ഇറക്കിയാൽ നല്ലതാണ്. എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ നടക്കാറ്, ഹിന്ദുക്കളുടെ ക്ഷേത്രകലകൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ജില്ലയിലും, ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ ക്ഷേത്രകലകൾ, ക്ഷേത്ര ആചാരങ്ങൾ, ക്ഷേത്ര ആഘോഷങ്ങളൊക്കെ വ്യത്യസ്തമാണ്. തൃശ്ശൂർ ജില്ലയിൽ വേറെയാണ് നടക്കുക. ഇനി അങ്ങോട്ട് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാത്ത രീതിയിലുള്ള ആഘോഷങ്ങളും അവരുടെ ഉത്സവങ്ങളും അവരുടെ സങ്കല്പങ്ങളും ഒക്കെ കലകളൊക്കെ വേറെയാണ്. ആണോ? ഇത് നമുക്കറിയില്ല, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു മലയാളത്തിലെ പ്രയോഗമുണ്ട്, പന്തം കണ്ട എന്തായാലും പറയാ, പന്തം കണ്ട. ഇപ്പം നിങ്ങൾ തെയ്യം കണ്ട, ഞാൻ സത്യസന്ധമായി ചോദിക്കുകയാണ്, തെയ്യം കണ്ട നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് ആ തെയ്യം? എന്തിൻ്റെ വേഷമാണ് വെട്ടുന്നത്? അതിൽ കഥാപാത്രം എന്താണ്? ഏത് ദേവിയാണ്? ഇത് മനസ്സിലാക്കിയിട്ട് തെയ്യം കാണുന്നവർ എത്ര പേരുണ്ടെന്ന് കൈകൊടുക്കും? എത്ര പേരുണ്ട്? വളരെ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ഞാനും കുറേ പേരൊക്കെ കാണുന്നവരാണ്. അല്ല, നമുക്കതിൻ്റെ ഒരു ABC അറിയില്ല. അറിയോ? ഭൂരിപക്ഷത്തിന് അറിയില്ല. അപ്പൊ ഇതിലൊരു മാറ്റം വരുത്തണം. എനിക്ക് ഈ ക്ഷേത്ര സംഘാടകരോടൊക്കെ പറയാനുള്ളത്, നമുക്ക് ഓരോ ക്ഷേത്രത്തിൻ്റെയും ചരിത്രങ്ങളും ഇതുപോലുള്ള ആഘോഷങ്ങളും കലകളും ഇതൊക്കെ തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ബുക്കുകൾ ഇറക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കും. കാരണം ഇതിന് സ്ക്രിപ്റ്റ് ചെയ്യണം. ഞാനത് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് വേദവ്യാസ മഹർഷി, അദ്ദേഹം പുരാണങ്ങൾ രചിച്ചു എന്നൊക്കെ പറയുമ്പോൾ വേദവ്യാസ മഹർഷിയുടെ കാലത്ത് നോട്ട് ബുക്കുകളൊന്നുമില്ല. അന്ന് എന്തിനായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക? അന്ന് എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുക? ഓല. നിങ്ങൾ എത്ര പേര് ഉത്തരം പറഞ്ഞത് ഓല എന്നുള്ളത്? ഈ ഓല എന്ന് പറയുന്നത് ടാക്സി ഓലയല്ല. ഇന്നത്തെ ഓല എന്ന് പറഞ്ഞാൽ ടാക്സി ഓലയാണ് ഓർമ്മയിൽ വരിക. ഓല എന്ന് പറയുന്ന സാധനം നമ്മുടെ പനയോല, അത് ഈ സൗത്തിലേക്കാണുള്ളത്. തമിഴ്നാട്, കേരള, കർണാടക കുറച്ച് ഭാഗങ്ങളിലാണ് ഏതുള്ളത്, ഓലയുള്ളത്. നോർത്ത് ഇന്ത്യയിൽ പന ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഹിമാലയ സാനുക്കളിൽ ഏതില്ല? ഹിമാലയത്തിൽ പനയില്ല. അപ്പൊ പനയില്ലാത്ത സ്ഥലത്തേക്ക് ഈ ഓലയിൽ എഴുതിയിട്ടുണ്ടാവുക. അന്ന് ഇവിടുന്ന് ഓല നമുക്ക് എക്സ്പോർട്ട് ചെയ്തു, അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു. അന്ന് ഇത്രയും ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമില്ല. ഉണ്ടോ? വല്ല കാളവണ്ടിയിലൊക്കെ കൊണ്ടുപോകണം. അപ്പൊ അന്ന് എന്തിനായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? അപ്പൊ അന്ന് ഇവരെഴുതിയിട്ടുള്ളത് മരത്തിന്റെ തോലുകളിലാണ്. എങ്ങനെ? മരത്തിന്റെ തോലിൽ അതിനെ പ്രത്യേക പ്രോസസ്സൊക്കെ ചെയ്ത് ആ മരത്തിന്റെ തോലിൽ ഇത് എഴുതി വെച്ച് ഇതിന്റെ കോപ്പി എടുത്ത് ഒരുപാട് ആ ശിഷ്യന്മാരെ കൊണ്ട് എഴുതും. എന്തിനാണത്? ഒരു പ്രിന്റ് ഒരു ഇതെടുത്ത് കേടുകെടുന്നാൽ വേറൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവരാ പ്രിന്റിലൊന്നും വിശ്വസിച്ചില്ല. നോക്കണം, ഇവര് അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന കാര്യം അതുപോലെ ശിഷ്യന്റെ തലയിലേക്ക് ഇടാൻ പറ്റുന്ന വിധത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു.
ഇപ്പോഴും നമ്മളെ ഇന്ത്യയിൽ അതുണ്ട്. നിങ്ങൾ തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മസമ്മതം എന്നൊരു സംഭവമുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? അവിടെ ഇപ്പോഴും വേദം പഠിപ്പിക്കാൻ പുസ്തകം ഉപയോഗിക്കുക. ഇപ്പോഴും പുസ്തകമില്ല, വേദം പഠിപ്പിക്കാൻ. അപ്പം അവിടെ ഇരിക്കുന്ന കുട്ടിയുടെ ഉള്ളിലേക്ക് ഈ അധ്യാപകൻ ഉച്ചരിച്ച് ഉച്ചരിച്ച് ഉച്ചരിപ്പിച്ച് ഉച്ചരിച്ച് ഉച്ചരിപ്പിച്ച് ഇപ്പോഴും ഒരുവിധം കലകളൊക്കെ അങ്ങനെയാണ്. ആണോ? കോട്ടൻതുള്ളലിൻ്റെ മാഷ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലയോ? അങ്ങനെയല്ലേ? ഇത് പുസ്തകം വെച്ചിട്ടാണോ പഠിപ്പിക്കുന്നത്? ഒരു കലയെ അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ പൂർവികന്മാര് ഇത് ശ്രുതി എന്ന് വെച്ചാൽ പുസ്തകങ്ങളില്ലാതെ തലമുറകളിലേക്ക് ഇതെല്ലാം പകർന്നു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ പല ക്ഷേത്രങ്ങളിൽ നിങ്ങൾ കാണുന്ന നാഗത്തിന്റെ മുന്നിൽ പുള്ളുവരുന്നത് വായിക്കും, കണ്ടില്ലേ? ചിലർക്ക് വീണ വായിക്കുന്നത് കാണാം. പല കലകളും ഇങ്ങനെ അനുഷ്ഠാന കല ക്ഷേത്രങ്ങളിലാണ്. ഇവരൊന്നും പുസ്തകം നോക്കി പഠിച്ചവരല്ല, ആണോ? പരമ്പരകളായി ഒരു ആളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറി 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 വന്നതാണ്. പക്ഷെ നമ്മുടെ ഒരു കാലഘട്ടം വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് ഇനി ഗൗരവമായി പഠിച്ചിട്ടില്ലെങ്കിൽ ക്രമേണ ഇത്തരം കലകളൊക്കെ നശിച്ചുപോയി ഈ ശങ്കർ മഹാദേവൻ പോലുള്ള ഇങ്ങനെയുള്ള ഹൈപ്പ് പരിപാടി മാത്രമായി മാറും. അതങ്ങനെ ആവരുത്. രണ്ടും വേണം നമുക്ക്. അതും വേണം, ഇതും വേണം. വേണ്ടേ? വേണ്ടേ? അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ഗൗരവമായി ചിന്തിക്കണം. കാരണം ഇപ്പോൾ വളർന്നു വരുന്നൊരു തലമുറ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാത്തതുകൊണ്ട് എതിർക്കുന്നവരുടെ കൂടെ കുറയും. എതിർക്കുന്നവരുടെ കൂടെ ഇതൊക്കെ വെറും എന്താണ് അന്ധവിശ്വാസമാണ്. അപ്പം നമ്മൾ അടുത്ത കാലത്ത് തന്നെ കണ്ടു, കേരളത്തിലെ സ്പീക്കർ നിത്യേന ഒരു വാക്ക് ഉപയോഗിച്ചപ്പോൾ അതൊരു കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് കൂടുതൽ. നമ്മുടെ വളർന്നു വരുന്ന ഒരു തരം കുട്ടികൾ, നമ്മുടെ ഹിന്ദു കുട്ടികൾ തന്നെ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹിന്ദു സംസ്കൃതിയെ എതിർക്കുന്നത് നമുക്ക് കാണാം. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ ഈ ഭാരതത്തെ പ്രത്യേകിച്ച് ഈ ഹിന്ദു സംസ്കൃതിയെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്ന, അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന ഒരു സ്വഭാവമുള്ള നാട് എനിക്ക് തോന്നിയില്ല. ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളോട് പറയുകയാണ്, എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ എവിടെയാണ്? കേരളത്തിലാണ്. അതിൽ നമുക്കൊരു പങ്കുണ്ട്. കാരണം വെച്ചാൽ നമ്മളിതിനെ വേണ്ട പോലെ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളും ശ്രമിക്കുന്നു. അപ്പൊ നമ്മൾ അന്ധവിശ്വാസികളാണ്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരല്ല. ഒരു കാര്യം വേണ്ട പോലെ മനസ്സിലാക്കി വിശ്വസിക്കാത്തവനും ആരാണ്? അന്ധവിശ്വാസമാണ്. നമ്മൾ മനസ്സിലാക്കണം, കാര്യങ്ങളെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. അപ്പം അതിന് നമുക്ക് കുറച്ച് മെനക്കെടാൻ, പണിയെടുക്കാൻ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ ഈ ധർമ്മം എന്നൊരു വാക്ക് അത് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ തലമുറകളിലേക്ക് അത് നമുക്ക് പകർന്നു കൊടുക്കണം. എന്താണ് ഒരു ഹിന്ദുവിൻ്റെ ധർമ്മം? എന്താണ് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അപ്പൊ ധർമ്മം എന്നൊരു വാക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഋഷിവര്യന്മാർ ധർമ്മത്തിന് ധർമ്മോ വൃഷരൂപതൃക്കുന്ന കാളയുടെ രൂപം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പരമശിവന്റെ ക്ഷേത്രത്തിന്റെ മുന്നിൽ കാളയെ വെച്ചിരിക്കുന്നത്. എന്തിനാണ് പരമശിവന്റെ ക്ഷേത്രത്തിൽ കാളയെ വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശിവനെ പോലുള്ളൊരു ഭഗവാൻ കാളപ്പുറത്താണ് സഞ്ചരിക്കുന്നത്? പ്രത്യേകിച്ച് വലിയ സ്പീഡുള്ള കാറുകളും വലിയ സ്പീഡുള്ള ബൈക്കുകളും വലിയ സ്പീഡുള്ള പ്ലെയിനുകളും സൂപ്പർ പെനാസോണിക് പ്ലെയിനുകളൊക്കെ ഇപ്പോഴത്തെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് 5-6 മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റുന്ന ഫ്ലൈറ്റുകളാണ് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാസ അതിൻ്റെ ഓൾറെഡി ഒരു മോഡൽ ഇറക്കുകയുണ്ടായി. 6 മണിക്കൂറുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്താൻ. ഇത്രയും വേഗതയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുമ്പോൾ ഭഗവാൻ ഇപ്പോഴും ഇതിൻ്റെ മുകളിൽ കാളയുണ്ട്. അപ്പൊ എന്തിനാണ് ഈ ഭഗവാനെ കാളപ്പുറത്ത് ഇരുത്തിയിരിക്കുന്നത്? ഭഗവാൻ കാളപ്പുറത്താണോ സഞ്ചരിക്കുന്നത്? എന്താണ് പരമശിവനും കാളയും തമ്മിലുള്ള ബന്ധം? ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ തലമുറകൾ ചോദിക്കുമ്പോൾ ഇതിനൊരു ഉത്തരം വേണോ വേണ്ടേ? അപ്പൊ അവിടെയാണ് നമ്മൾ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ഭാഗവതത്തിൽ പറയും ധർമ്മോ വൃഷരൂപതൃക്കുന്ന. ധർമ്മത്തിനെ കാളയുടെ രൂപമാണ് വെച്ചിരിക്കുന്നത്. ഭൂമിദേവിയെ ഗോരൂപത്തിലും ധർമ്മത്തിനെ കാളയുടെ രൂപം. അപ്പൊ കാളയുടെ രൂപത്തിൽ ശിവൻ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാളയുടെ രൂപത്തിൽ നടത്തെടുക്കരുത്.
അതിനർത്ഥമെടുക്കുന്നത് ധർമ്മമാണ് ഭഗവാന്റെ സ്വരൂപം. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ശിവനുള്ളത്. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ്. ഭാഗവതത്തിലെ രണ്ടാമത്തെ ഒരു വരി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രഥമ സ്കന്ധത്തില് അവിടെ ശ്ലോകം തുടങ്ങുന്നത് ധർമ്മപ്രോച്ചിത കൈതപുത്രപരമോ നിർമ്മത്സരാണാം സദാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവം. ആ ശിവം എന്നൊരു വാക്ക് സെക്കൻഡ് ശ്ലോകത്തില് വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കും. ഇപ്പൊ ഇവിടെ ധർമ്മം എവിടെയുണ്ടോ അവിടെ ആരുണ്ട്? ശിവനുമുണ്ട്. അപ്പൊ എന്താണ് ധർമ്മം? എന്തിനാണ് കാളയെ സങ്കല്പിച്ചിരിക്കുന്നത്? കാളയ്ക്ക് 4 കാലുകളാണ്. ഇതുപോലെ ധർമ്മത്തിനും 4 ഭാഗങ്ങളുണ്ട്. ഭാഗവതത്തിന്റെ വരികളാണ് ഞാൻ പറയുന്നത്. ഈ 4 കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയവരാരെങ്കിലും ഉണ്ടോ? ധർമ്മത്തിന്റെ 4 കാര്യങ്ങൾ മനസ്സിലാക്കിയവരാരെങ്കിലും ഉണ്ടോ? ആരൊക്കെയാണ്? എന്താണ് ധർമ്മത്തിന്റെ 4 കാലുകൾ? കേട്ടില്ല. ധർമ്മത്തിന്റെ 4 കാലാ ചോദിക്കുന്നത്. കുടിക്കലാണ് എന്നാണ് പറഞ്ഞ, എനിക്ക് ഒട്ടും മനസ്സിലാവില്ല. കുടിക്കല് പോട്ടെ, വിടും. ഇപ്പൊ ധർമ്മത്തിന്റെ 4 കാലുകൾ എന്താണ്? ധർമ്മത്തിന്റെ 4 കാലുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ശരിക്കും ഉണ്ടോ? മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? എന്നിട്ടാണ് നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്നത്. വേറെ കാര്യമില്ല. അപ്പൊ അത് നമ്മൾ കുറെ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതില്ലേ? തലമുറകളിലേക്ക് ഇത് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഈ പലരും കുറ്റപ്പെടുത്തുന്നത് നമ്മളെ. അപ്പൊ നമുക്ക് ഇസ്ലാം മതത്തിനെ ഇത്ര ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഇസ്ലാം മതത്തിന് ഒരു കുറവ് ആരും കാണുന്നില്ല. ക്രിസ്ത്യൻ മതത്തിനെ അത്ര കുറ്റപ്പെടുന്നില്ല. കാരണം ഇവർ ചെറുപ്പത്തിലേ ഇവരെ ഈ ഖുറാനും ബൈബിളും പഠിച്ച് എന്താണ് എവിടെയാണെന്നുള്ളത് ഇവർക്കറിയാം. നമ്മുടെ ഹിന്ദു സമൂഹത്തിന് മാത്രമാണ് ശാസ്ത്രം അല്ലെങ്കിൽ ഗ്രന്ഥപരിചയങ്ങളൊട്ടും ഇല്ലാത്ത. നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നു, തൊഴുന്നു എന്നല്ലാതെ, പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ എന്താണ് ഇതും ഗ്രന്ഥങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്നത് നമ്മളാരും കേട്ടിട്ടില്ല. പിന്നെ സപ്താഹങ്ങളിൽ ഒരു ശരണം. ആ സപ്താഹങ്ങളാണെങ്കിൽ മിക്കവാറും 12:30ക്കാണ് സജീവമാകുക. അതായത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് 12:30യുടെ പ്രത്യേകത. കാരണം ആളുകൾക്ക് സംസ്കൃത പരിചയം വളരെ കുറവാണ്. പിന്നെ കഥകളൊക്കെ കേട്ട് നോക്കുമ്പോൾ ഒരു കേട്ട കഥകൾ ഞാൻ വീണ്ടും കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഉച്ചയ്ക്കത്തെ കാര്യം മാത്രമാണ് അത് വീണ്ടും ആവർത്തിച്ചത് കൊണ്ട് യാതൊരു തെറ്റില്ല. ഇതിപ്പോ തലയ്ക്ക് കേട്ടത് തന്നെ വീണ്ടും കേൾക്കുമ്പോൾ ഒരു മടുപ്പ് വരും. പക്ഷെ ഉച്ചയ്ക്കത്തെ കാര്യത്തിന് അങ്ങനെയല്ല. സാമ്പാർ വീണ്ടും കഴിച്ചതുകൊണ്ട് ചോറ് എത്ര കാലം നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചോറ് ഇതുവരെ മടുത്തവരായില്ലേ? ഉണ്ടോ? അതിന് മാത്രമേ മടുപ്പില്ലാത്തത്. ബാക്കിയൊക്കെ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ ഇവിടെ ഈ ധർമ്മം എന്നൊരു വാക്ക്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കും. എങ്കിലേ നമുക്ക് തലമുറകളുടെ അപ്പോ തലമുറകളെ നമുക്ക് ഈ കാര്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ഭാഗവതത്തിൽ ഈ ധർമ്മത്തിന് 4 കാലുകൾ പറയുന്നത്. ഒന്ന് തപസ്. ഫസ്റ്റ് തപസ്. എന്താണ്? ഒന്നാമത്തെ കാല് തപസ്. എന്താണ് ഈ തപസ് എന്ന് പറയുന്നത്? ഈ വാക്കുകളൊക്കെ വളരെ അർത്ഥവത്താണ്. തപസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെ തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. ഇപ്പൊ നമുക്ക് പാലക്കാടിന്റെ ചൂടിനെ കുറിച്ച് നല്ലോണം അറിയാം. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നല്ല ചൂടിലായിരിക്കുന്നു. മുകളിൽ ഷെയ്ക്ക് കൂടി വീഴുന്ന ചൂട് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഒരു 500 വർഷം കഴിഞ്ഞാൽ ഈ ടെറസ് ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് പണ്ടത്തെ പട്ടപ്പേര് വരുന്നില്ല. കാരണം ചൂട് താങ്ങാൻ പറ്റുന്ന മനുഷ്യൻ. അതുപോലെ ഈ താഴെ ഒറ്റ ചാണകം ഒഴുകിയ തറകളൊന്നും ഇനി അധികം വിദൂരേക്ക് ആവില്ല. അപ്പൊ ഇവിടെ തപസ് എന്ന് പറയുന്നത് കേവലം ശരീരത്തിന് തട്ടുന്ന ചൂടല്ല. തപസ് എന്ന് പറയുന്നത് മനസ്സിനെ തപിപ്പിക്കുക. മനസ്സിനെ നമ്മൾ ഒരു പരിശീലനത്തിലൂടെ തപിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഉയർത്തുക, ശക്തിപ്പെടുത്തുക. ചൂട് പലപ്പോഴും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൂട് ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ. അപ്പൊ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കും. തിളച്ച വെള്ളത്തിൽ പച്ചക്കറി ഇടും. ഇതെല്ലാം അതിനെ ശുദ്ധീകരിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിനെയും തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കണം.
ശുദ്ധീകരിക്കുമ്പോഴാണ് മനസ്സിന് ശാക്തീകരണം. ഏറ്റവും വലിയൊരു മനുഷ്യന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആത്മബലമാണ്, മനോബലമാണ്. മനോബലമില്ലാതെ എന്ത് നല്ല മനുഷ്യൻ പഠിച്ചിട്ടും നേടിയിട്ടും യാതൊരു കാര്യം. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദുരന്തം അതായത് ആത്മഫലമില്ലാത്ത തലമുറകൾ വളർന്നു വരിക. ആത്മഫലമില്ലാത്തത് കൊണ്ട് ഒരു ബിസിനസ് പോയി തുടങ്ങും, ആ ബിസിനസ്സിൽ എവിടെയെങ്കിലും താളപ്പഴകൾ വരും, കണക്കുകൂട്ടൽ തെറ്റും, ഭാര്യയ്ക്ക് വിഷം കൊടുത്തു, മക്കളെ തൂക്കിക്കൊന്നു, അല്ലെങ്കിൽ കഴുത്തും മുറുകിക്കൊന്നു, അവസാനം അച്ഛൻ തൂങ്ങി മരിക്കുന്ന ചിത്രം ദിനം പ്രതി നമ്മുടെ കേരളത്തിൻ്റെ വാർത്തയാണ്. ആണോ? ഏത് കുടുംബജീവിതമാണെന്ന് സുരക്ഷിതം. കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടികളെ കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഭർത്താക്കന്മാർ, ഏത് നിമിഷവും താളം തെറ്റാവുന്ന കുടുംബങ്ങൾ. ആണോ അല്ലയോ? എന്താ കാരണം? ഒരു പ്രതിസന്ധിയെ, പ്രയാസത്തെ, പരാജയത്തെ നേരിടാനുള്ള പറയുന്നില്ല, മനോബലമില്ല, ആത്മബലമില്ല. ആ തപസ്സിന്റെ ആത്മബലമില്ലെങ്കിൽ മനോബലമില്ല. മനോബലമില്ലെങ്കിൽ എവിടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? ഇപ്പൊ ജീവിതമാകുമ്പോൾ പ്രതിസന്ധി. ഒന്നാണ് നോക്കൂ, നിങ്ങൾ ഫെബ്രുവരി മാസം ആയിട്ടുള്ളത് എന്താ? ഏപ്രിൽ മെയിലെ ചൂടാണ് നമ്മൾ അനുഭവിക്കുന്നത് കേരളത്തിൽ. മനസ്സിലാവുന്നത്? ഒരുപക്ഷെ നിങ്ങളെക്കാൾ എക്സ്ട്രീം ചൂടാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ തണുക്കുന്നവരെ മനസ്സിലായില്ല. ഇത്രയും ശരീരത്തിന് അത് അനുഭവിക്കാൻ അറിയുന്നു, ബോധ്യം ഇത്രയും ചൂടുണ്ട്. അപ്പം പ്രകൃതിയുടെ സ്വഭാവം മാറുന്നു, ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾ മാറുകയാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം പണ്ടത്തേതിനേക്കാളും കൂടി വരികയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ പണ്ടത്തേതിനേക്കാളും കൂടി വരികയല്ലേ? അപ്പം മനോബലം നല്ലവണ്ണം വേണം. അപ്പം മനോബലം ഉണ്ടാകാനുള്ള തപസ്, അതാണ് ധർമ്മത്തിൻ്റെ ആദ്യത്തെ ഒരു കാലം എന്ന് പറയുന്നത്, പടി എന്ന് പറയുന്നത്. ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. വേണോ വേണ്ടയോ? വെറും കൾച്ചറൽ പ്രോഗ്രാം മാത്രമായി പോകരുത്. ഒരു തപോനിഷ്ഠയുള്ള ഒരു തലമുറകൾ വേണം. അതാണ് ഈ തപോനിഷ്ഠയുള്ള തലമുറകൾ വരുമ്പോഴാണ് ഏത് പ്രശ്നങ്ങളെയും അവർക്ക് നേരിടാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, രാമായണത്തിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോകുന്ന സമയത്ത് തപോനിധികളായ ആളുകളുടെ ആശ്രമത്തിലേക്കാണ് ശ്രീരാമസ്വാമി പോകുന്നത്. ആ ശ്രീരാമസ്വാമി അവിടെ പോകുന്ന സമയത്ത് ധാരാളം രാക്ഷസന്മാരും ഒക്കെ ഉള്ള കാടുകളാണ്, അല്ലേ? വലിയ പ്രതിസന്ധിയുള്ള കാടുകളായി. അതല്ലേ സുബാഹുവിനെ കൊല്ലുന്നു, മാരീചിനെ ഓടിക്കുന്നു, താടകയെ വധിക്കുന്നു, ഒരുപാട് രാക്ഷസന്മാരെ വധിക്കുന്നു. ഈ രാക്ഷസന്മാരെ വധിക്കുന്നതിന് മുമ്പ് അവിടെ മഹർഷിമാർ ജീവിച്ചിരുന്നു. ഉണ്ടോ ഇല്ലയോ? അത്രയും ഈ അപകടം പിടിച്ച ആളുകൾ ഇരിക്കുമ്പോൾ അവരവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ മലയാളികളാണെങ്കിൽ ജീവിക്കുമോ? നമ്മൾ മലയാളികളാണെങ്കിൽ അവിടെ ജീവിക്കുമോ? നമ്മളെന്താ സ്ഥലം വെക്കേണ്ടി പോയിട്ടില്ല. ഈ മഹർഷിവര്യന്മാർ അവിടെ ജീവിക്കണമെങ്കിൽ അവർക്ക് അത്രയും പറയൂല, മനോബലം വേണ്ടേ, മനോധൈര്യം വേണ്ടേ, ശക്തി വേണ്ടേ? ഇനിയിപ്പോ രാമൻ കാട്ടിലേക്ക് പോയില്ലെങ്കിലും അവരെന്ത് ചെയ്യും? രാമൻ കാട്ടിലേക്ക് പോയില്ലെങ്കിലും അവരെന്ത് ചെയ്യും? അവരവിടെ ജീവിക്കും. അപ്പൊ അതുകൊണ്ടാണ് രാമന് കൂടുതൽ ബഹുമാനമാണ്. ശ്രീരാമസ്വാമി ഒരു സന്ദർഭത്തിൽ മഹർഷിവര്യന്മാരോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ രാക്ഷസന്മാരെയൊക്കെ കൊന്നുവെക്കുന്നു. അപ്പോ സീതാദേവി ചോദിക്കുന്നുണ്ട്, അങ്ങേ ഉപദ്രവിക്കാത്തവരെ അങ്ങ് കൊല്ലുന്ന ധർമ്മമാണ്. അപ്പൊ പറയാണ്, ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി, ലോകസംഗ്രഹത്തിന് വേണ്ടി ഇത്രയും ക്രൂരന്മാരായ ആളുകൾ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ ഇരുന്നുകൊണ്ട് ലോകസംഗ്രഹം ചെയ്യുന്ന ഈ മഹാത്മാക്കളെ, അവരെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നത്തെ രാമനാണ്. അതുകൊണ്ട് എൻ്റെ പേര് ശിക്ഷയിൽ കുഴപ്പമില്ല, ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ രാക്ഷസന്മാരെ കൊന്നൊടുക്കും. അപ്പൊ ശ്രീരാമസ്വാമിക്ക് ഇത്രയും ബഹുമാനം തോന്നാൻ കാരണം ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും മാനസികമായി അവരല്പം പോലും തളർന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത്തരം കാര്യങ്ങൾ. ഓണാഘോഷമുണ്ട് കേരളത്തിൽ. ഈ ഓണാഘോഷ സമയത്ത് മഹാബലിയെ വരവേൽക്കാനാണ് കേരളീയ ഓണാഘോഷം ആഘോഷിക്കുക, അല്ലേ? ആണോ?
എന്തുകൊണ്ടാണ് മഹാബലിയെ നമ്മൾ വരവേൽക്കുന്നത്? എന്താണ് അതിനുള്ള കാരണം എന്ന് നമ്മൾ ചോദിക്കണം കുട്ടികളോട്. വൈ വി ആർ ഗിവിംഗ് സോ മച്ച് റെസ്പെക്ട് ടു മഹാബലി? എന്താണ് ഇതിന് കാരണം? വൈ ഹി ഡിസർവ്? ഒരു അസുരനായ മഹാബലി എന്തുകൊണ്ട് ഡിസർവ്? ഈ ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ വാമനമൂർത്തി ബ്രഹ്മാവിനോട് പറയുന്നുണ്ട്, നോക്കൂ ബ്രഹ്മാവേ, ഞാൻ മഹാബലി ഇത്ര റെസ്പെക്ട് ചെയ്യാൻ കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ അപഹരിച്ചിട്ടും ഇദ്ദേഹം മാനസികമായി അല്പം പോലും തളർന്നില്ല. അത് വളരെ അടിപൊളിയായിട്ട് ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനാണ് കള്ളത്തരം കാണിച്ചത്, ഞാനാണ് നമ്മൾ വളർന്നത്, ഞാനാണ് തെറ്റിച്ചത്. പക്ഷെ ഞാൻ തെറ്റിച്ചിട്ടും മഹാബലി അല്പം പോലും മാനസികമായി പറയാണ്, ഏഷധാനവതയ്ക്കാനാമകൃണീ കീർത്തിവർത്തന അജൈഷല്ലജയമായ സീതന്നബിനമുഖ്യത്തി. ഞാൻ ഇത്രയും ദുരിതങ്ങൾ കൊടുത്തതും സീതന്നബിനമുഖ്യത്തി. അദ്ദേഹം മാനസികമായി അല്പം പോലും പതറിയില്ല. അതുകൊണ്ട് ഭഗവാൻ കൈനോക്കിക്കൊണ്ട് പറയുന്നു, ഇദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് പറയുന്നു, ഇന്ദ്രസേന മഹാരാജ യാഹിവോ ദത്രിമസ്തുതേ. ഈ മഹാരാജാവെ, അങ്ങേ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും ഞാൻ അനുഗ്രഹിക്കുന്നു. എന്താ മഹാബലിയെ ഭഗവാൻ ബഹുമാനിക്കാൻ കാരണം? എന്താണ് ആദരിക്കാൻ കാരണം? അറിയൂ, മഹാബലി പ്രതിസന്ധികൾ ഉണ്ടായിട്ടും മാനസികമായി ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു മനോബലമുണ്ടോ? ഉണ്ടോ? പറയൂ. ഇന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴേക്കും കയറെടുക്കാൻ പോകുന്നവരാണ് നമ്മൾ. ഇന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴേക്കും ഡിപ്രഷൻ വന്ന് ചികിത്സയ്ക്ക് പോകുന്നവരാണ്. ആണോ? ഒന്നും ഇല്ലാത്തത്. ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ ഒരാളെ കൗൺസിൽ ചെയ്തിട്ടാണ്. ഒരു ജോലി പോയപ്പോൾ ആൾ ഡിപ്രഷൻ കാര്യം വന്നു, സ്വാമി നോക്കൂ. ഇപ്പൊ ഞങ്ങളുടെ ജോലിയാണ് ഈ ഡിപ്രഷൻ കാര്യം കൂടി നോക്കാൻ. നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഡിപ്രഷൻ വരുന്ന കുട്ടികളുടെ എണ്ണം പണ്ടത്തേതിനേക്കാളും വളരെ കൂടി വരികയാണ്. വളരെ കൂടി വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഒരു വലിയൊരു തോന്നലുണ്ട് കുറെ പേർക്ക്. സിവിൽ സർവീസ് എഴുതി IAS-കാരോ 5 മാറും തമിഴ് എഴുതി പിന്നെ കിട്ടാതെ വരുമ്പോൾ ഡിപ്രഷനിലേക്ക് പോവുക. ഇതൊക്കെ ഇങ്ങനെ ഒരു അന്തമായി ഉറപ്പിച്ചു വെച്ചാൽ അത് വരുന്നു, അത് എഴുതുന്നു, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയാലും ആ രീതിയിൽ അതിനൊരു സമചിത്തതയോടുകൂടി കാണണമെങ്കിൽ തപസ് വേണം. എന്ത് വേണം? അതാണ് നമ്മുടെ കുട്ടികൾക്ക്. പഴയ കാലത്തുള്ള തലമുറകൾക്ക് വിദ്യാഭ്യാസം കുറവുണ്ടെങ്കിലും മനോബലം വളരെ കൂടുതലാണ്. ആണോ? ഞാൻ പറയുമ്പോൾ അന്നത്തെ മുത്തശ്ശിമാരാണ് ശരിക്കും ആത്മഹത്യ. 12 പ്രസവിച്ച ഒരമ്മ, 11 പ്രസവിച്ച അമ്മ. നിങ്ങളുടെ വീട്ടിൽ മിനിമം 5-6 ഉണ്ടാവില്ലേ? ഇല്ല. 8-ൽ കൂടുതലൊക്കെ ഉള്ളവർ എത്ര പേരുണ്ട്? 8-ൽ കൂടുതലൊക്കെ, 5-ൽ കൂടുതലുള്ളവരൊക്കെ എത്ര പേരുണ്ട്? നിങ്ങൾക്കല്ല, നിങ്ങളുടെ അമ്മമാരെ, നിങ്ങളുടെ കാര്യം ബുദ്ധിമുട്ട്. ഞാൻ നിങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്. നിങ്ങളുടെ അമ്മമാർക്ക് 5-ൽ കൂടുതലുള്ളവർ എത്ര പേരുണ്ട്? കുറേ പേരുണ്ട്. 2-ൽ കൂടുതലുള്ളവർ ധാരാളം ഉണ്ടാകുന്നത് ഇല്ലേ? 2-ൽ കൂടുതൽ. ഈ 8-ഉം 9-ഉം ഒക്കെ മക്കളുള്ള അമ്മമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അന്നത്തെ കാലത്ത് അവർ ഈ 8 സ്വഭാവത്തിന് മാനേജ് ചെയ്തുകൊണ്ടെങ്കിൽ അവരെ മനോഹരം ചില്ലറ മനോഹരാണ്. ആണോ? ഇന്ന് 2 എണ്ണം കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്നവരാണ് പറയുന്നത്. 2 എണ്ണത്തിന് വെച്ചിട്ട് എനിക്ക് ഭ്രാന്ത് വരുന്ന എനിക്ക് പട്ടുപിടിക്കുന്നു. അതല്ലേ, അതും കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ പാവങ്ങളെ കഴുത്ത് മുറുക്കിക്കൊന്ന് ആത്മഹത്യ. അങ്ങനെയാണെങ്കിൽ അന്നത്തെ അമ്മമാർക്ക് ധീരതയ്ക്കുള്ള അർജുനൻ അവാർഡ് കൊടുക്കണം. കാരണം 8 പേരെ മാനേജ് ചെയ്ത് അച്ഛനെയും കൊടുക്കുന്ന അവാർഡ്. അച്ഛനാ മക്കളുടെ അടുത്തേക്ക് വരുത്തുണ്ടോ അറിയില്ല. പക്ഷെ അമ്മമാരെന്തായാലും ഇവർക്കൊക്കെ ഒരുവിധം വേണ്ട ഭക്ഷണം പോകുന്നില്ല, പ്രോപ്പറായിട്ട് ഉണ്ടോ? സൗകര്യങ്ങളൊക്കെ കുറവാണ്. ആണോ? വസ്ത്രങ്ങളൊക്കെ കുറവാണ്, ചോയ്സ് കുറവാണ്. എന്നാൽ ഈ 8-ന് എങ്ങനെയെങ്കിലൊക്കെ വളർത്തിയിട്ടുണ്ടാവില്ലേ? ഏറ്റവും വലിയ മനോബലം അവർക്കുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? എന്ന തലമുറകളിലേക്ക് വന്നപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഈ മനോബലം വളരെ കുറഞ്ഞു വരികയാണ്.
അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ധർമ്മത്തിന്റെ ഒന്നാമത്തെ കാലെന്ന് പറയുന്നത് എന്താണ്? ആത്മഫലമാണ്, മനോഫലമാണ്, മനഃശക്തിയാണ്. മനഃശക്തിയില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യം. അടിതെറ്റിയാൽ ആനയും. നമ്മുടെ ഋഷിവര്യന്മാർ ആവർത്തിച്ച് പറയുന്ന വരികളാണ്. ഭഗവത്ഗീത, ഇന്നിപ്പോ ഇവിടെ ഭഗവത്ഗീത പറയാൻ പറ്റും. ഭഗവത്ഗീതയിലെ അടിസ്ഥാനം ഇതാണ്. അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്നത്തെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹമാണ്, യുവസമൂഹമാണ് അർജുനൻ എന്ന് പറയുന്നത്. അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ ആയുധങ്ങളെക്കുറിച്ചും അത് പ്രയോഗിക്കേണ്ട രീതിയെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് ആർക്കുണ്ട്? അർജുനനുണ്ട്. അർജുനൻ ബ്രഹ്മാസ്ത്രം വരെ ഉപയോഗിക്കാനുള്ള അറിവുള്ള പാശുപതാസ്ത്രം ശിവനിൽ നിന്ന് വാങ്ങിച്ച കഥ നിങ്ങൾ കേട്ട് കാണാം, ഇല്ലേ? അതുപോലെ ഇന്ദ്രന്റെ അടുത്ത് പോയി നിന്ന് അവിടുന്ന് ഐന്ദ്രിയ അസ്ത്രങ്ങൾ, അഗ്നിയിൽ നിന്ന് ഗാന്ധീവം പോലുള്ള ധനുസ് ഉണ്ടാവും. ഇങ്ങനെ പല അത്ഭുതങ്ങളുള്ള ധനുസ്സും അറിവും ഉള്ള ആളായിരുന്നു ആര്? അർജുനൻ. അന്നത്തെ കാലത്ത് ഇപ്പൊ നിങ്ങൾ ഇന്ദ്രനിൽ നിന്ന് ഇത് കിട്ടി, അസ്ത്രം കിട്ടി, അതുപോലെ പരമേശ്വരന്റെ പാശുപതാസ്ത്രം കിട്ടി എന്നൊക്കെ ഇന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു മോഡേൺ രീതി പറഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കയിലെ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും അർജുനന് ഈ കാര്യത്തിൽ ഒരു PG ഉണ്ട്, ഒരു കുറേ കൂടി ഹയർ ഡിഗ്രി ഉണ്ട്. നമ്മൾ കേൾക്കാറില്ലേ പലരും ഹയർ ഡിഗ്രിക്ക് പോയി. ഇങ്ങനെ പല സ്ഥലത്തു നിന്നും ഹയർ ഡിഗ്രിയുള്ള വിദ്യാഭ്യാസമുള്ള അറിവുള്ള ആളായിരുന്നു ആര്? അർജുനൻ. ഈ അർജുനനാണ് യുദ്ധക്കളത്തിൽ ബന്ധുമിത്രാദികളെ കാണുമ്പോൾ മാനസികമായി തളർന്ന പതിവ്. അർജുനൻ തളരുന്നതിന് കാരണം അർജുനൻ അറിയാം. അർജുനന് ബുദ്ധിയുടെ ഒരു കുറവില്ല. അർജുനൻ ചോദിക്കുന്നത് ചോദ്യമില്ലാണ്, ഈ ബന്ധുക്കളെ കൊന്നിട്ട് വേണോ നമുക്കൊരു നേട്ടം? ഇവരെ കൊന്നുകൊണ്ട് എന്ത് നേട്ടം നേടിയിട്ട് എന്താ കാര്യം? കാരണം ഇവരൊക്കെ കൊല്ലാണെന്ന് അർജുനൻ പ്രയാസമില്ല. അർജുനൻ ചോദിക്കുന്നത് ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഇവരൊന്നും ഇല്ലാത്ത രാജ്യത്തിൽ ജീവിക്കുന്നതിൽ എന്താ അർത്ഥം? ഇവരൊന്നും ഇല്ലാത്തൊരു വീട്ടിലിരുന്ന് കൊട്ടാരത്തിലിരുന്ന് എന്ത് സുഖമാണെന്ന് ഇതിന് ഭേദം ഭിക്ഷയായിരിക്കല്ലേ നല്ലത്. അപ്പൊ കൊല്ലാൻ അർജുനന് പേടി മടിയില്ല. പക്ഷെ ഇവരില്ലാത്തൊരു രാജ്യത്തിൽ ജീവിക്കുന്നതിൽ ഗുരുവിനെയും ഭീഷ്മാചാര്യരെയൊക്കെ കൊന്ന് അവരൊക്കെ ഇല്ലാതാക്കി ഈ കാരണവന്മാരും അതുപോലെ ഇത്രയും ബന്ധുജനങ്ങളും ഇവരൊക്കെ ഇല്ലാതായിട്ട് ഈ രാജ്യത്തിൽ ഇരുന്നിട്ട് എന്താണ് കാര്യം? അതിപ്പോ നമുക്ക് മനസ്സിലാവും. കാരണം പണ്ട് കൂട്ടുകുടുംബത്തിൽ ഇരുന്നവർക്ക് ഇപ്പോൾ അത് മനസ്സിലാക്കും. പണ്ട് കൂട്ടുകുടുംബത്തിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ സമയം പോകുമായിരുന്നു. കൂട്ടുകുടുംബത്തിൽ എല്ലാവരും ഇത്തിരി അസൂയും സ്വാർത്ഥതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങോട്ട് സമയം എന്ന് പറയുന്ന സാധനം നമ്മൾ അറിയില്ല, എന്തുകൊണ്ടും. എന്നാൽ ഇന്നത് ന്യൂക്ലിയർ ഫാമിലി ആയപ്പോൾ മക്കളൊക്കെ ദൂരേക്ക് പോയി പിന്നെ ഈ ഭാര്യയും നടന്നത് എത്ര നേരം മുഖാമുഖം നോക്കും? എത്ര നേരം മുഖാമുഖം നോക്കിയിരിക്കും? കുറെ കഴിഞ്ഞാൽ ബോറടിക്കും. മനസ്സിലായില്ലേ? എന്നോട് കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറയുന്നു, അയ്യോ മക്കളെല്ലാം പുറത്ത് ജോലി കഴിഞ്ഞാൽ കെട്ടിപ്പോയാൽ കല്യാണം കഴിച്ചാൽ ഞാൻ പിന്നെ അന്ന് ഭാഗവതം പഠിക്കാൻ പോകുന്നു. എന്തായാലും ഈ മനുഷ്യന് കൂടി ഇരുന്ന ബോറടിക്കാൻ പേരും വേണ്ടതില്ല. വീട്ടിലിരിക്കാൻ ബോറടിക്കുക, അതുകൊണ്ട് ഭാഗവതം പഠിക്കണം. എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് പഠിക്കുക? അപ്പൊ ഒരു ഭാഗവതം പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഭാഗവതം പഠിക്കുന്നത്, വീട്ടിലിരിക്കാനുള്ള ബോറടിക്കുന്നുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് ആ ഒരു കൂട്ടുകുടുംബമായതുകൊണ്ട് ജീവിതത്തിൽ സമയം പോലും അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി അപ്പോഴേക്കും അടുത്തതുണ്ടാക്കി അപ്പോഴേക്കും ഒരു വർത്തമാനം പറഞ്ഞു. അതുകൊണ്ട് ഡിപ്രഷൻ ഇല്ല പണ്ടുള്ള കാലത്ത്. ഇന്ന് ഒറ്റപ്പെടുന്നതോറും മനുഷ്യന്റെ മനസ്സ് മാനസികമായി, അതുകൊണ്ടാണ് രോഗങ്ങളും കൂടിയത്. മനസ്സ് തളർന്നാൽ രോഗവും. അപ്പൊ അതുകൊണ്ടാണ് അർജുനൻ ചോദിക്കുന്നത്, ഇവരൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് സുഖം അനുഭവിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? ഇതിലെന്താ ഒരു ജീവിതത്തിൽ സുഖമാണ്? ഇത് ചിന്തിക്കുമ്പോൾ അർജുനന് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനൊരു ഉത്തരമില്ല. അർജുനൻ മാനസികമായി തളർന്നു പോവുകയാണ്. ഉടനെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താ അറിയാം? മനസ്സ് തളർന്നിട്ട് അർജുന എന്തുണ്ടായിട്ടും കാര്യമില്ല. മനസ്സ് തളരരുത്. മനസ്സാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. മനസ്സ് തളരാൻ പാടില്ല. അപ്പൊ പിന്നെ ഈ ബന്ധുക്കളെ കൊല്ലുന്ന കാര്യത്തിൽ എന്താണ്? അവിടെയാണ് കൃഷ്ണൻ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത്. നീ ബന്ധുക്കളെയല്ല കൊല്ലുന്നത്, നീ രാജ്യത്തിന്റെ താള വ്യവസ്ഥ നേരെ. ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ധർമ്മം വേണം. എന്ന് വെച്ചാൽ സ്വാർത്ഥത കൂടിക്കഴിഞ്ഞാൽ, എല്ലാവരും ആ സ്വാർത്ഥത പിന്തുടർന്നാൽ പിന്നെ മാനവരാശി ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല.
അപ്പൊ സ്വാർത്ഥതയില്ലാത്ത നിസ്വാർത്ഥമായി പരസ്പരം സഹായിക്കുന്ന, പരസ്പരം കൈകോർത്തുയർത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. അതുകൊണ്ട് സ്വാർത്ഥ മനസ്സുള്ള ഈ അഹങ്കാരികളായ ധാർഷ്ട്യമുള്ളവരെയാണ് നീ കൊല്ലുന്നത്. നീ ബന്ധുക്കളെ കൊല്ലുന്നു എന്നുള്ളതാണ്. നിന്റെ ഈ ബന്ധുക്കൾ പോയാലും ധാർമ്മിക സംസ്കാരമുള്ളവരെ ബന്ധുക്കളായി കാണാൻ നമുക്ക് സാധിക്കണം. നമുക്ക് അങ്ങനെ ഒരു കുടുംബം ഉണ്ടാക്കണം. ഇനി വാക്ക് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ടതാണ്. അതായത് ഒരു സമൂഹം ഒന്നിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു സമൂഹത്തിന്, അങ്ങനെ ഒരു ധാർമ്മികമായ ഒരു കൂട്ടുകെട്ട് നമുക്ക് നല്ലവണ്ണം ആവശ്യമാണ്. വെറും വിദ്യാഭ്യാസവും ശ്രദ്ധിക്കുക, വെറും വിദ്യാഭ്യാസവും വീടും മാത്രമായാൽ കല്യാണം കഴിച്ചു പോയി അവിടെ ജോലി കഴിഞ്ഞാൽ വീട്ടിലെത്തി അവിടെ കുറേ കഴിഞ്ഞാൽ മടുപ്പും വിരസതയും വരും. എന്നാൽ എവിടെയാണ് ഒരു ധാർമ്മികമായ ആത്മീയമായ ഒരു സംസ്കാരത്തിൽ അല്പം ഒരു താല്പര്യമുള്ളത്, അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടെങ്കിൽ സമയം കടന്നു പോകുന്നത് അറിയില്ല. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ അതുകൊണ്ട് ആ രീതിയിൽ ഉപയോഗിക്കണം. അപ്പൊ തപസ്സെന്ന് പറയുന്നത് നാമജപാദി സംസ്കാരങ്ങളിലേക്ക് കൊണ്ടുവരണം. തപസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അവിടെ നാമജപം വേണം. നാമജപത്തിലാണ് തപസ്സിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുവിന്റെ ആദ്യത്തെ ധർമ്മം എന്താണ്? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിയും കഴിഞ്ഞ് നാമം ജപിക്കുക എന്നുള്ളത്. മന്ത്രജപങ്ങൾ പണ്ട് കാലത്തൊക്കെ കുട്ടികളെ ഗായത്രി മന്ത്രം, നിങ്ങൾക്കറിയാലോ, പഴയ കാലത്ത് ഈ ബ്രാഹ്മണ സമൂഹത്തിലൊക്കെ ഉപനയനം കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്ര തവണ ഗായത്രി മന്ത്രം ജപിക്കുക. അത് നമ്മൾ തെറ്റിദ്ധരിച്ചു ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് സമൂഹത്തിന് മാത്രം ആണെന്ന്. എല്ലാവരോടും ഇത് തന്നെ നടന്നത്. എല്ലാവരും കാലത്തെണീറ്റ് എന്ത് വേണം? നാമജപങ്ങൾ. നമ്മുടെ ക്ഷേത്രങ്ങളെ അങ്ങനെ കൊണ്ടുവരണം. നാമജപത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിൽ നമ്മുടെ ഉത്സവങ്ങൾ ആയി വരണം. ഇവിടെ ശ്രീ ജഗരായികൽ ദേവിയുടെ മുന്നിൽ ഈ ഉത്സവകാലത്ത് ദിവസവും ഒരു 10,000 പേരിൽ നിന്ന് ലളിതാ സഹസ്രനാമം ചെല്ലുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എങ്കിൽ ഇവിടെ ഉണ്ടോന്നറിയില്ല. എത്ര ഗംഭീരമായിരിക്കും. ഒരുപക്ഷെ ഉണ്ടായിരിക്കും, നാമജപം ഉണ്ടായിരിക്കും, പക്ഷെ ഒരു 30-ഓ 20-ഓ പേരൊക്കെ ശുഷ്കമായിരിക്കും. ആണോ? ആയിരിക്കും, അങ്ങനെ ഇരിക്കില്ല. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇതിനോടുള്ള താല്പര്യം നമ്മൾ പരിശീലിപ്പിച്ചില്ല. അതുകൊണ്ട് ധർമ്മത്തിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്, ധർമ്മത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തപസ്സാണ്. തപസ് ഉണ്ടാകണമെങ്കിൽ ഏത് വേണം? നാമജപം വേണം. നാമജപത്തിലൂടെ മാത്രമേ മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടായിരിക്കാം പൂർവികര് നമ്മളോട് രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രം. ഇതൊക്കെ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് അന്യം നിന്നപ്പോഴാണ് ഇന്ന് ഹിന്ദുക്കളുടെ ഇത്രയും ആത്മഹത്യയും കൊലപാതകവും. മനസ്സിലായി? നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഇത്രയും കാണില്ല. ഹിന്ദു സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ. നിങ്ങൾ പത്രം എടുത്ത് നോക്കൂ. കേരളത്തിൽ പത്രം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആണോ? ഒരു ദിവസമെങ്കിലും ആത്മഹത്യ ഇല്ലാത്തതുണ്ടോ? പറയും. ഒരു ദിവസമെങ്കിലും ഭർത്താവ് ഭാര്യയെ കൊന്നു, മക്കളെ കൊന്നു എന്നുള്ള വാർത്ത ഇല്ലാത്ത വാർത്തയുണ്ടോ? പറയൂല. മദ്യത്തിന് ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടു പോകുന്ന നമ്മുടെ കുട്ടികൾ ആണോ? എന്റെ ഇത്ര വഴിതെറ്റിപ്പോയത് കാരണം അവരെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ അമ്പലങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഈ നാമജപം എന്ന തപസ് നമ്മുടെ കുട്ടികളിൽ ആ സംസ്കാരം മിണ്ടാത്തത്. നിങ്ങൾ എത്ര പേര് കുട്ടികളെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിച്ചിട്ടുണ്ട്? എത്ര പേര് പഠിപ്പിച്ചിട്ടുണ്ട്? എത്ര പേര് ലളിതാ സഹസ്രനാമം പഠിപ്പിച്ചിട്ടുണ്ട്? കയ്യാണ് 2-3 കയ്യാറാണത്. കാരണം നമ്മൾ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മളിതിനൊന്നും അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ തന്നെ അവിടെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നവരെ നിങ്ങൾ കാണിച്ചു. അവിടെ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ പായസം ക്യൂ നിൽക്കുന്നിടത്താണ്. അതിനെ പറയും, ഞാൻ തൊഴുതു വരുമ്പോഴേക്കും ഈ പായസത്തിൽ അവിടെ ക്യൂ നിൽക്കുന്നു. ഈ പായസം മേടിക്കലാണ് ഏറ്റവും വലിയ ഭക്തി നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഇതൊരു തലമുറകളിലേക്ക് മാറണം. കാലം മുന്നോട്ട് വരുന്നതോറും നമ്മൾ ധർമ്മത്തിലേക്ക് തിരിച്ചു വരണം. കാരണം ധർമ്മത്തിന്റെ പ്രധാന പടിയാണ് ഏത്? തപസ്. ഇത് മറക്കരുത്. തപസ്സാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ധർമ്മത്തിന്റെ അടുത്ത പടിയാണ് തപസ്. കഴിഞ്ഞാൽ പിന്നെന്താണ്? തപസ് ഒന്നാമത്തെ കഴിഞ്ഞു. പിന്നെ ശൗചം, ശുചിത്വം. അപ്പൊ മനുഷ്യന്റെ മനസ്സിലെ ശുചിത്വമാക്കാൻ ആഘോഷങ്ങളുടെ ആചാരങ്ങളിലൂടെ സാധിക്കും. മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും.
ആദി ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന ഒരൊറ്റ വേർഡ് മതി: എല്ലാ കർമ്മവും ചിത്തസ്യ ശുദ്ധയെ കർമ്മ. എന്താണ്? ചിത്തസ്യ ശുദ്ധയെ കർമ്മ. എല്ലാ ആഘോഷങ്ങളുടെയും ലക്ഷ്യം എന്താണ്? ചിത്തത്തിന്റെ ശുദ്ധിയാണ്. ഇപ്പൊ നമുക്ക് ഉത്സവം ഇവിടെ നടക്കുകയാണ്, അല്ലെങ്കിൽ വേല നടക്കുകയാണ്. ആ വേലയുടെ ഒരു പ്രധാന ചടങ്ങാണ് ദേവനായാലും ദേവിയായാലും അവിടെ കലശങ്ങളിൽ തീർത്ഥജലം നിറച്ച് അവസാനം കലശം കൊണ്ട് ദേവിയെയോ ദേവനെയോ ആടുന്ന ഒരു സംഭവം ഉണ്ടോ? പറയൂ. കലശം, അതാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഏറ്റവും ഒരു പ്രധാന ചടങ്ങ്, അല്ലേ? അതിൽ തന്നെ ബ്രഹ്മകലശം എന്നൊക്കെ കേട്ടില്ലേ? ഈ ജലം കൊണ്ടൊക്കെ ആ വിഗ്രഹത്തെ, മന്ത്രം ജപിച്ച ആ ജലം കൊണ്ട് വിഗ്രഹത്തെ അഭിഷേകം ചെയ്യുമ്പോൾ ആ വിഗ്രഹത്തിന് ശുദ്ധീകരണം ഉണ്ടാകുമ്പോൾ അതിലെ ദൈവിക ശക്തി പറയൂ കൂടുന്നു. അപ്പം നമ്മുടെ എല്ലാ കലകളുടെയും ലക്ഷ്യം മനസ്സിനെ ശുദ്ധീകരിക്കലാണ്. അപ്പൊ ആ കലകൾ നമ്മൾ ആസ്വദിച്ചാലേ മനസ്സിൽ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രത്തിൽ എന്തെല്ലാം കലകളുണ്ടെന്നും ആ കലകൾ എന്തൊക്കെയാണെന്നും അതൊന്ന് ആസ്വദിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുമ്പോൾ മനസ്സിന് ശുദ്ധീകരണം. ഒരു സംഗീതം കേൾക്കുമ്പോൾ മനസ്സിന് ശുദ്ധീകരണം. ആ രീതിയിലാണ് ഋഷിവര്യന്മാർ ഇതിനെ രാഗ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ സംഗീതത്തിലൊക്കെ മനസ്സിന്റെ ഒരു വലിയ ഒരു ലയം കിടക്കുന്നത്. മറ്റ് സംഗീതങ്ങളൊക്കെ, പാശ്ചാത്യ സംഗീതങ്ങളൊന്നും, പാശ്ചാത്യ കലകളൊക്കെ ഉണ്ടല്ലോ, മനുഷ്യന്റെ മനസ്സിനെ മുഴുവൻ ഇളക്കി മറയ്ക്കുന്നു. നമ്മുടെ സംഗീതങ്ങളൊക്കെ മനുഷ്യ മനസ്സിനെ ശാന്തമാക്കി ആ മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ ശുദ്ധീകരണം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ആചരണങ്ങളെ നമ്മൾ ആചരിക്കണം, ആഘോഷങ്ങളെ ആചരിക്കണം, ഉത്സവങ്ങളെ ആചരിക്കണം, പാരമ്പര്യത്തെ, പൈതൃകത്തെ, നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയ പലതിനെയും നമ്മൾ ആചരിക്കണം. ഇന്നലെ പൊങ്കാലയിൽ എത്ര ആളുകളാണ് ഇന്ന് പൊങ്കാല ആചരിച്ചത്? ഇന്ന് പണ്ട് പൊങ്കാല എന്ന് പറയുന്നത് പലർക്കും അറിയാത്തൊരു വാക്കാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ലായിരുന്നു പൊങ്കാല. പിന്നീട് അത് തിരുവനന്തപുരത്തേക്ക് വന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ആറ്റുകാൽ പൊങ്കാലയിൽ നിന്ന് പിന്നെ അടുത്തൊരു പൊങ്കാല എന്ന് പറയുന്നത് പിന്നെ ആളുകൾ ആലപ്പുഴയിലൊരു ക്ഷേത്രമുണ്ട്. ഏതാണ്? ചക്രവർത്തി. ഇന്നിപ്പോ പൊങ്കാല എന്ന് പറയുന്നത്, ഞാനും ഇന്നലെ പൊങ്കാലയാണ് പൂനെയിൽ, വിളക്കുള്ളോളത്തിലൊക്കെ ഞാനായിരുന്നു. ഒരു സ്ഥലത്ത് പൊങ്കാലയില്ലാതെ എനിക്ക് തോന്നുന്നു പൂനെയിൽ തന്നെ 15 ക്ഷേത്രങ്ങൾ നടത്തുന്നുണ്ട്. മലയാളികൾക്ക് എവിടെയുള്ള അവിടെയൊക്കെ പൊങ്കാല. അമേരിക്കയിൽ ഒരു സ്ഥലത്ത് എന്നോട് വന്ന് സ്വാമി ഓൺലൈനിൽ വിളിച്ചത് ഈ ലൈറ്റ് കത്തിക്കാൻ പറ്റും. ഓൺലൈനിൽ ഞാൻ പറഞ്ഞത് എനിക്ക് അറിയില്ല. നേരിട്ട് തന്നെ ഓൺലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ ലൈറ്റ് അവിടെ കത്തുന്നു. ഈ രീതിയിലൊക്കെ പൊങ്കാല അമേരിക്കയിൽ, വിദേശങ്ങളിൽ ഇവിടെ കൊണ്ടുപോയില്ല പൊങ്കാല. ഇതിപ്പോ കേരളത്തിലും ഒരുപാട് സ്ഥലങ്ങളിൽ പൊങ്കാല. നാളെ നമ്മൾ എനിക്ക് കണ്ണൂരിലാണ് സപ്താഹം. അവിടെ 10,000 പേര് പങ്കെടുക്കുന്ന പൊങ്കാല നടക്കുന്ന ക്ഷേത്രത്തിലാണ് നാളെ സപ്താഹം. ഇപ്പൊ കണ്ണൂർ ആ ഭാഗങ്ങളിൽ പൊങ്കാല. പിന്നെ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് വസ്തു വരുമാനത്തിന്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാളുപരി ഒരു കൂട്ടായ്മ ഉണ്ടാവും, എല്ലാവരും കൂടി ചേർന്ന്. അതുമല്ല, പിന്നെ ഈ പൊങ്കാല ആകുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, എന്നോ ഉപേക്ഷിച്ചു പോയ വിറക് വീണ്ടും കാണുകയാണ്, പിന്നെ മൺകലൊക്കെ വീണ്ടും കാണുകയാണ്, പിന്നെ അന്നത്തിനായിട്ട് ഒരു പായസമൊക്കെ ഉണ്ടാക്കുകയാണ്, വീട്ടിലുണ്ടാക്കിയിരിക്കും. അപ്പൊ ഇന്നലെയൊക്കെ ഞാൻ പൂനെയിൽ പൊങ്കാല ആടുന്ന സമയത്ത് അടുത്ത് അമ്മമാർ പുകയൊക്കെ പോയിട്ട് ജീവിതത്തിൽ പരിചയിക്കുന്നത്. കാരണം ഗ്യാസിൽ ജീവിച്ച് പുകാന്ന് പറയുന്ന സാധനം നമുക്ക് അറിയില്ല. ആകെയുള്ള പുക അറിയുന്നത് മുഴുവൻ വണ്ടിയുടെ ഉള്ളത് പോകുന്ന പുകയാണ്. മനസ്സിലായി? പിന്നെ കേരളത്തിലെ TV ചാനൽ ഇതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ വിറക് കത്തിച്ചുള്ള പുകയൊക്കെ കണ്ണിലേക്ക് പോയാൽ എരിഞ്ഞ്, അവിടെയൊക്കെയാണ് നമ്മൾ പഴയ അമ്മൂമ്മമാരെ മുത്തശ്ശിമാരെയൊക്കെ നമിച്ച് എത്ര പുക കൊണ്ട് ജീവിച്ചു വരാൻ. അവരെ കണ്ണൊന്നും ഒരു വെള്ളവും എന്നിട്ട് എത്ര കണ്ണിനത്ര ജീവിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു സംസ്കാരങ്ങളൊക്കെ ആചരിക്കുമ്പോൾ ഒരു മഹത്തായ സംസ്കൃതി ഈ സമൂഹത്തിൽ നിലനിൽക്കും. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, പൊങ്കാല പോലെ തന്നെ ഇവിടെ പാലക്കാടും ഇതുപോലുള്ള പഴയ പാരമ്പര്യത്തിന് പലതും ഉണ്ടായിരുന്നു. പണ്ട് കർക്കിടക മാസത്തിലൊക്കെ നമ്മുടെ വീടുകളിൽ പല ആചാരങ്ങളുണ്ടായി ഉണ്ടായിരുന്നു. വീടുകളിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തലും ഈ പാലക്കാടൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഈ ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ശ്രേഷ്ഠ ഭഗവതിയെ, ശ്രീ ഭഗവതിയെ
മലബാറിലൊക്കെ പ്രസിദ്ധമാണ്. എന്നാൽ ഇതിപ്പോൾ അന്യം നിന്ന് പോയില്ലേ? ഉണ്ടോ ഇല്ലയോ? പല കാര്യങ്ങളും ഇങ്ങനെ അന്യം നിന്ന് പോകുന്നു. ഉണ്ടോ ഇല്ലയോ? പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ പുഴുവന്മാർ വീടുകളിലൊക്കെ വന്ന് പാടുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലയോ? ഇപ്പോഴും ഉണ്ടായിരിക്കും, വളരെ കുറവായിരിക്കും. ഞാൻ പറയുന്നത് നമ്മുടെ പഴയ സംസ്കാരത്തെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അല്പനേരം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ അത് ശുദ്ധീകരിക്കുന്നു. ഞാനിത് വളരെ നിങ്ങളോട് ഗൗരവമായി പറയുന്നത്. നമ്മുടെ ഇപ്പോൾ അടുത്ത കാലത്തെ ഈ യുവജനോത്സവമൊക്കെ കാണുന്നുണ്ട്. യുവജനോത്സവമൊക്കെ നമ്മളെ വെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കേരളത്തിൻ്റെ ക്ഷേത്രകലകളും പൈതൃകമായിട്ടുള്ള കാര്യങ്ങൾ അത് ആസ്വദിക്കുന്നവരുടെ എണ്ണം കുട്ടികളുടെ ഇടയിൽ കുറഞ്ഞില്ല. കഥകളിയൊക്കെ കുറച്ച് പേര് ഇപ്പോൾ ആസ്വദിക്കുന്നില്ല. എന്നാൽ കുട്ടികളുടെ ഇടയിൽ അത് ആസ്വദിക്കുന്നവരുടെ എണ്ണം, എന്നാൽ ഈ മോഡേൺ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ അവർ പോകുന്നു. അപ്പൊ ഇതിലൊക്കെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഇവിടെ ശുചിത്വം ഉണ്ടാവണമെങ്കിൽ, മനസ്സിന് ശുചിത്വം ഉണ്ടാവണമെങ്കിൽ പൂർവിക ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പല ആഘോഷങ്ങളും ആചാരങ്ങളും മനുഷ്യന്റെ മനസ്സിനെ ഒന്നിപ്പിക്കാനും ശുചിത്വമുള്ളതാക്കി തീർക്കാനും. ഇത് ആചരിക്കേണ്ട ധർമ്മം നമുക്കില്ലേ? വേണോ വേണ്ടേ? ആചരിക്കേണ്ട ഒരു സംസ്കാരം നമുക്കില്ലേ? ആചാരപ്രദമോ പ്രബോധനം. ധർമ്മത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആചരിക്കണം. മറ്റുള്ളവരുടെ അവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ കഷ്ടകാലം എന്ന് പറയാലോ, പലതും നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം അർത്ഥം അറിയാത്തത്. പഴയ കാലത്തൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര ദിവസം ആരും വീട്ടിൽ നിന്നും പുറത്തൊന്നും പോവില്ല. ഉണ്ടായിരുന്നോ? നമുക്കറിയില്ല. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഹിന്ദുവിന്റെ മുഴുവൻ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് അന്ധവിശ്വാസത്തിൽ കൈ തള്ളി. എന്നാൽ ഈ കോവിഡ് വന്നപ്പോൾ ക്വാറന്റൈൻ പറഞ്ഞിട്ട് വീട് പിടിച്ചു. അപ്പോഴാണ് പറയുന്നത്, എന്താണ് ക്വാറന്റൈൻ? വന്നിരിക്കുന്ന ആളിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ വൈറസ് പുറത്തേക്ക് പോവാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയായിരിക്കും പഴയ ആളുകൾ ചെയ്തത്. മരിച്ച ആളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും അണുബാധകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനെ മറ്റുള്ളവർക്ക് സമൂഹത്തിൽ കൊടുക്കാതിരിക്കാൻ അവർ പുലാന്ന് പറഞ്ഞത് എന്നോ പേര് പുലാന്ന് പറഞ്ഞതെങ്കിൽ നമ്മൾ എന്താ നാടൻ ഭാഷ പുലാന്നോ പുലാന്ന് എന്ത് വേണ്ടി പറഞ്ഞത്. പക്ഷേ അന്ന് അവര് ഇത് ആചരിച്ചപ്പോൾ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ ഹിന്ദുക്കൾ തന്നെ ആണോ അല്ലയോ? ക്വാറന്റൈൻ വന്നപ്പോൾ എന്റെ ആരും അന്ധവിശ്വാസം എന്ന് പറയുന്നത്? എന്റെ ആരും അന്ധവിശ്വാസം എന്ന് പറയുന്നത്? അന്നാരെങ്കിലും പറഞ്ഞോ ക്വാറന്റൈൻ അന്ധവിശ്വാസം, വീട്ടിൽ ഞാൻ അറസ്റ്റ് ചെയ്തിരുന്നത് അന്ന് പറഞ്ഞോ? കാരണം എല്ലാവർക്കും അറിയാം വൈറസ് ഉണ്ടെന്ന്. ആ വൈറസ് പടരുന്നതാണെന്ന് എല്ലാവർക്കും. എന്നാൽ ഈ മരിച്ച ആളുടെ ശരീരത്തിൽ അണുക്കൾ ഉണ്ടാകാമെന്നും അത് ആ വീട്ടുകാർക്ക് കിട്ടാമെന്നും ആ വീട്ടുകാരിലൂടെ മറ്റുള്ളവരിൽ പോവാമെന്നും ആരും പറഞ്ഞില്ലേ. ഇന്നിപ്പോ പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. പഴയ കാലത്തെ സ്ത്രീകള് പീരീഡാകുമ്പോൾ അവർ മാറി നിൽക്കുമായിരുന്നു. ആണോ? അവരവരുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുമായിരുന്നു. അന്ധവിശ്വാസം ഉണ്ടായി, അതില്ല പറയാൻ പറ്റില്ല. കാരണം അവരെ തൊടാൻ പാടില്ല, വേണ്ട, കുളിക്കണം എന്നൊക്കെ ഉള്ള ഒരു അന്ധവിശ്വാസം പഴയ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പെൺകുട്ടികൾ ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ നിങ്ങൾ. PCOD പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, എത്ര കുട്ടികളാണ് സഫർ ചെയ്യുന്നത്. ഇന്ന് സുപ്രീം കോടതി വരെ പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 ദിവസം വാർത്തവാദിയിലൊക്കെ ഇതിനെ പണ്ടുള്ളവർ ചെയ്തപ്പോൾ ഇതെല്ലാം പറയൂ അന്ധവിശ്വാസം. അത് ഹിന്ദുക്കളുടെ നേരെയുള്ളൂ, ഹിന്ദുക്കളുടെ നേരെയുള്ളൂ. നമുക്ക് മുസ്ലിം സമുദായത്തിൽ അവർ കറുത്ത തട്ടണം അല്ലെങ്കിൽ കറുത്ത പറത്തിയിട്ട് ഈ ചൂടില്ല കറുത്ത പറത്തിയിട്ട് കഴിഞ്ഞാൽ ഇത്ര ചൂടാണ് ശരീരത്തിലേക്ക്. സ്കിന്നിന് ഭയങ്കര ഡേഞ്ചറസാണ്. കാരണം കറുത്ത ചൂടിനെ കൂടുതൽ ആകർഷിക്കും. ആരും അന്ധവിശ്വാസം എന്ന് പറയുന്നില്ല, ആർക്കും അതിനുള്ള ധൈര്യം കൂടില്ലല്ലോ. ഉണ്ടോ? എന്ത് ഹിന്ദുവിന്റെ മാത്രം പറയുന്നത്? കാരണം നമ്മളിതിനെ പ്രോപ്പറായിട്ട് മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് അവർക്ക് പ്രയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ തലമുറകളാണ് വളരെ ആരോഗ്യപ്രസവത്തോടെ. നമ്മൾ നോക്കൂ, നിങ്ങളൊക്കെ സമ്പാദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? തലമുറകൾ ഉണ്ടാവണം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇന്ന് കണ്ടവന്റെ ബീജം കുത്തിവെക്കുന്ന ഈ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. ഞാൻ സത്യസന്ധമായി പറയണം. നിങ്ങൾ കാണുന്നില്ലേ ഇൻഫെർട്ടിലിറ്റി സെന്ററുകളൊക്കെ ഉണ്ടോ? എന്റെ കുഞ്ഞുങ്ങളില്ല. കാരണം ഇവരുടെയൊക്കെ ശരീരത്തിന്റെ ആരോഗ്യം കുറഞ്ഞു വരിക. പുറമേ കാണുന്ന ഈ തടിയും പുറമേ കാണുന്ന ഷോയും മാത്രമല്ല, അകത്തൊക്കെ രോഗമാണ്, അകത്ത് മുഴുവൻ ദൗർബല്യം. ഈ അവസ്ഥ മാറണം. വേണം. അത് ഈ ആചരണങ്ങളിലൂടെയാണ് വരിക.
ഈ പേരിലുള്ള പെൺകുട്ടികൾ 2 ദിവസം റെസ്റ്റ് എടുത്താൽ അവരുടെ ശരീരത്തിന് തന്നെ ആരോഗ്യമുണ്ടാവും, അവരുടെ ഗർഭപാത്രത്തിനെ അത് സംരക്ഷിക്കും, നല്ല കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യതകളുണ്ടാവും. കാരണം അന്നുള്ളവർ അതൊക്കെ കെയർ ചെയ്തിരുന്നു. അതൊക്കെ നല്ല ഗർഭപാത്രം ഉണ്ടെങ്കിൽ നല്ല കുഞ്ഞുങ്ങളുണ്ടാകുള്ളൂ, ഇൻഫെക്ഷൻ ഉണ്ടാകരുത്, ആരോഗ്യം ഉണ്ടാകണം. ഇതൊക്കെ പണ്ടുള്ളവർ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ചെയ്തത്. ഇനി ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ, ഇതേ സയന്റിസ്റ്റുകൾ പറയും പീരിയുള്ള സമയത്ത് റെസ്റ്റ് എടുക്കണം. ആ കാലഘട്ടം വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പൂർവികന്മാർ ചെയ്ത പലതും ശരിയായിരുന്നു. മനസ്സിലായില്ല? അതുവരെ നമുക്കത് മനസ്സിലാവില്ല. ഇങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മുടെ പഴമയിലേക്കാണ് കാര്യങ്ങൾ. തുളസിയുടെ മഹത്വം, തുളസി ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് തുളസി എന്നൊരു പേര് കൊടുത്തു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പൊ ഈ തുളസി ഇന്നും അതിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അപ്പൊ തുളസിയുടെ മഹത്വം സത്യത്തിൽ നമുക്ക് ഇനിയും അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കേണ്ട ഓരോ ബിന്ദുവിന്റെ വീട്ടിലും രാവിലെ എണീറ്റാൽ എന്ത് വേണം? തുളസിക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു സംസ്കൃതി നമുക്ക് ഉണ്ടാക്കി വെക്കണം. ഇത് ആചരണങ്ങളിൽ കൊണ്ടുവരണം. കാരണം ഈ തുളസിയോട് അടുക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കൂടുന്നത്. എല്ലാവരും കഥ പറയും. കൃഷ്ണന്റെ ജീവിതത്തിൽ പണ്ട് രുക്മിണി ദേവി കൃഷ്ണന്റെ തുലാഭാരം തൂക്കാൻ വേണ്ടി സ്വർണ്ണാഭരണം വെച്ചതും ആ രുക്മിണി ദേവിയുടെ സത്യമാണ്. അങ്ങനെ രുക്മിണി ദേവി ആ സ്വർണ്ണാഭരണത്തേക്ക് മുഴുവൻ മാറ്റി അവിടെ ഒരു തുളസി വെച്ചതൊക്കെ. പക്ഷെ ഇന്ന് തുളസിയുടെ മഹത്വം മറ്റു വിദേശികൾക്കറിയാം. തുളസിയുടെ മഹത്വം കേരളത്തിന് പുറത്തുള്ളവർക്കറിയാം. നിങ്ങൾക്കറിയോ, തുളസിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ UP-യിലൊക്കെ അവർ ആഘോഷിക്കും തുളസിയുടെ കാര്യങ്ങൾ. എനിക്ക് വളരെ അത്ഭുതം തോന്നിയത്, ഞാൻ കാനഡയിൽ ഒരിക്കൽ പോയ സമയത്ത് നമ്മുടെ ഒരു മലയാളിയായിട്ടുള്ള ഡോക്ടർ, അദ്ദേഹം ഒരു തുളസിയുടെ വൃന്ദാവനം തന്നെ ഉണ്ടാക്കി. എനിക്കറിയാലോ, കാനഡ എന്ന് പറഞ്ഞാൽ തണുപ്പിന്റെ രാജ്യമാണ്. അതിന് അദ്ദേഹം പ്രത്യേകിച്ച് ഒരു ഷെഡ് ഉണ്ടാക്കി അതിനുള്ളിൽ ഹീറ്റർ സംവിധാനം ഒരുക്കി ഒരുപാട് സമ്പത്ത് നിർമ്മിച്ച് ഒരു 500-ലധികം തുളസി. എന്നിട്ട് ഈ വിദേശികളൊക്കെ വാവ് എന്ന് പറഞ്ഞിട്ട് കണ്ടടിച്ചത് തുളസിയെ കാണാൻ വേണ്ടിയിട്ട്. ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് തുളസി വാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ കുറെ മദാമ്മമാരും സായിപ്പന്മാരും വാട്ട് ഈസ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ സയന്റിഫിക് കഥകളും. എന്നിട്ട് ഇവർക്കൊക്കെ ഓരോ ഫ്രീ ആയിട്ട് അവിടെ പിന്നെ ചെടി കൊടുത്തത് കാര്യമില്ല. കാരണം അത് കൊണ്ടു നടക്കാൻ വളരെ, കാരണം അവിടുത്തെ ക്ലൈമറ്റ് ആണ്. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഈ തുളസി വളരാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഉണ്ടോ? ദിവസവും തുളസിക്ക് വെള്ളം ഒഴിച്ച് ആ തുളസിയോട് സമ്പർക്കപ്പെടുന്ന എത്ര ഹിന്ദുക്കളുണ്ട്, എത്ര ഹിന്ദുക്കളുണ്ട്. അപ്പൊ നമ്മൾ ആചരിക്കേണ്ടേക്കെല്ലാം വേണ്ടേ? വേണോ? ഒരു ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ ആലിനെ പരിശ്രമിക്കണം. കാരണം ആൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന വൃക്ഷമാണ്. ഇത് എത്ര പേർക്ക് അറിയുന്ന കാര്യം. നമ്മൾ കേരളീയരാണ് പലപ്പോഴും നമ്മുടെ സംസ്കൃതിയിൽ നിന്നും വളരെയധികം അകന്നുപോകുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ പറയുന്നത്, സ്വസ്ഥമായിട്ടിരുന്ന് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഭാരതത്തിൻ്റെ നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നു, അതിന് സയൻസുമായിട്ടൊന്ന് ബന്ധിക്കണം. അപ്പം അതിനു വേണ്ടി നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചൊന്ന് മെനക്കെടാറുണ്ട്. കാരണം പഴയ തലമുറ കുറേ അവർ ശ്രദ്ധയോടെ വിശ്വാസത്തോടെ ആചരിച്ചു. ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഇതൊക്കെ? എന്തിനാണ് അങ്ങനെ? അപ്പം അതിനൊരു കൃത്യമായ ഉത്തരമുണ്ടെങ്കിൽ നമുക്കത് ആചരിക്കുന്നതിന് യാതൊരു വിഷമില്ല. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉത്തരം അടുത്ത തലമുറയ്ക്ക്, ഇപ്പം നിങ്ങളുടെ മകന് നിങ്ങളത് പറഞ്ഞു കൊടുക്കുന്നു, മകന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ മകന് അല്ലെങ്കിൽ മകൾക്ക് അതിൻ്റെ ഒരു വ്യക്തമായൊരു അറിവ് വേണം. അവർ പറയും ബ്ലൈൻഡ്ലി ഞങ്ങളിതൊന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് എന്തിനാണ്? അപ്പം അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു സംവിധാനം വേണ്ടേ? പറയും. ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മൾ ആഘോഷിക്കുന്നത് മനസ്സിൻ്റെ ശുചിത്വത്തിന് വേണ്ടി. മനസ്സിൻ്റെ ശുചിത്വം എന്ന് പറഞ്ഞാൽ മനസ്സ് ശുചിയാകുമ്പോൾ, ഒരു സ്ഥലം വൃത്തിയാകുമ്പോൾ ആ വൃത്തിയാണ് നമ്മുടെ മനസ്സിനെ വളരെയധികം ആകർഷിക്കുന്നത്, അല്ലേ? അപ്പം മനസ്സ് ശുദ്ധമാകും തോറും അവിടെ ഐക്യമുണ്ട്, അവിടെ സ്നേഹമുണ്ട്, അവിടെ ഒത്തൊരുമയുണ്ട്. അതുകൊണ്ട് ആഘോഷങ്ങളൊക്കെ നമ്മളെ ഒത്തൊരുമിപ്പിക്കുന്നു. എല്ലാ ആഘോഷങ്ങളും മനുഷ്യ മനസ്സിനെ ഒന്നിപ്പിക്കുകയാണ്. നമ്മുടെ പൂർവികന്മാർ നമ്മൾ ഈ ഒരു ഐക്യം നേടിത്തന്നിരിക്കുകയാണ്. ഇന്ന് ഈ ഐക്യമുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ നമ്മളെ അല്പം ഒരു ഭയത്തോടെ നോക്കുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങ് ഹിമാലയം മുതൽ ഇങ്ങ് കാശ്മീർ വരെ നമ്മൾ ആത്മീയമായും പല ആഘോഷങ്ങളായും ഇന്ന് നമ്മൾ വളരെയധികം
ഹിന്ദു ഐക്യത്തിലാണ്. ആണോട്ടെ, ഇത്രയധികം ഹിന്ദു ഐക്യമുള്ള ഒരു മാനവ ഐക്യമുള്ള ഒരു സമൂഹം ലോകത്തിൽ എവിടെയും ഇല്ല. വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ അമേരിക്കയിൽ മുഴുവൻ യാത്ര ചെയ്തിട്ട് മനസ്സിലാക്കിയത് ഇപ്പോഴും വെള്ളക്കാരനും കറമ്പനും തന്നെയാണ്. കുറച്ചൊക്കെ ഒരു മിങ്കിൾ ചെയ്തിട്ടെങ്കിലും ഇവരുടെ ഉള്ളിൽ നിന്ന വെള്ളയും കറുപ്പൊന്നും ഒരിക്കലും പോയിട്ടില്ല. ഉണ്ടോ? ഞാൻ കണ്ടില്ല, അവിടെ പോയിട്ടില്ല, ഇപ്പോഴും പോയിട്ടില്ല. ഇനി നിങ്ങൾ അമേരിക്ക കഴിഞ്ഞ ഈ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അറബ് രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, മുസ്ലിങ്ങളാണെന്നൊക്കെ അവർ പറഞ്ഞാലും ശരി, അവരുടെയും ഷിയകളും സുന്നികളും എന്നൊക്കെയുള്ള വിഭാഗങ്ങളുണ്ട്. വേറൊരു വിഭാഗത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. എന്നാൽ ഇവിടെ ജാതിക്കപ്പുറത്ത്, ഭാഷയ്ക്കപ്പുറത്ത്, നാടിനപ്പുറത്ത് എല്ലാവരും ഹിന്ദു എന്ന പേരിൽ ഒന്നിക്കുന്ന ഒരു നാടുണ്ടെങ്കിൽ ഭാരതം മാത്രം. ചൈനയ്ക്ക് പോലും ഇത് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളൊക്കെ നമ്മളെ വളരെ ഭയപ്പാടോടുകൂടി നിൽക്കുന്നത്. കാരണം നാളെ അവർ കാണുന്നത് ലോകത്തിൻ്റെ നെറുകയിൽ എത്താൻ പോകുന്ന ഒരു രാജ്യം ഭാരതമാണ്. ഇത്രയധികം യുവത്വമുള്ള, ഇത്രയധികം ആത്മീയതയുള്ള, മനസ്സിലായില്ലേ? എത്രയധികം ഇപ്പൊ രാമക്ഷേത്രം വന്നപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, അതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു വൈബ്രേഷൻ ലോകം മുഴുവൻ, വലിയൊരു വൈബ്രേഷൻ ലോകം മുഴുവൻ ഉണ്ടാക്കാൻ സാധിച്ചത്. അമേരിക്കയിലൊക്കെ അത് ആഘോഷിച്ചിരിക്കുന്നത് നിങ്ങൾ അറിയോ? അമേരിക്കയുടെ ഏറ്റവും തിരക്ക് പിടിച്ച സ്ട്രീറ്റിൽ, മാൻഹാട്ടൻ ടൗണിലാണ് രാമപ്രതിഷ്ഠയുടെ ലൈവ് അന്ന് നടത്തിയത്. ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. രാമക്ഷേത്രം ഇവിടെ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ബുർജ് ഖലീഫ, ദുബായിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണോ, അവരങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് എന്താ സംഭവം, എന്താ നമ്മുടെ സംസ്കാരത്തിൽ ഇത്രയും അംഗീകാരം, എന്താ ഇത്രയും മഹത്വം കിട്ടിയത്? കാരണം ഇത് മാനവരാശിക്കുണ്ടാക്കിയ ഒരു വലിയൊരു ഐക്യബോധം, ഒരു ഒത്തൊരുമ. ഇത് നമ്മുടെ കേരളത്തിലാണ് വളരെ കുറവ്. ഈ രാമക്ഷേത്രത്തിൽ വളരെ പിന്നിൽ നിന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അവർക്ക് പറയുകയാണ് കേരളം മാത്രം. എന്ത് നമ്മൾ ഇത്ര നെഗറ്റീവായിട്ട്? അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു ധർമ്മമുള്ളത്. മനുഷ്യന്റെ മൂന്നാമത്തെ ധർമ്മമാണ് നമുക്ക് ആചരിച്ചാൽ മാത്രം പോരാ, ഇതിനെ പ്രചരിപ്പിക്കണം. എന്ത് വേണം? ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കണം. എതിർക്കുന്നവരുടെ എണ്ണമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. എതിർക്കുന്നവരുടെ പോസ്റ്റിംഗ് ആണ് കൂടുതൽ നിങ്ങൾ കാണുന്നത്. ആണോ അല്ലയോ? കമന്റ്. ഇതെന്തുകൊണ്ട് നമുക്ക് പ്രചരിപ്പിച്ചുകൂടാ? കാരണം പ്രചരിപ്പിക്കുന്നവരെപ്പോഴും ആചരിക്കുന്നവരെപ്പോഴും സൈലന്റ് മോഡിലാണ്. പണ്ടാരോ പറഞ്ഞതുപോലെ നല്ലവരുടെ നിശബ്ദതയാണ് ക്രൂരന്മാരുടെ ആയുധം. നല്ലവർ നിശബ്ദരായിരിക്കുമ്പോഴാണ് ക്രൂരന്മാർക്ക് എപ്പോഴും മറ്റുള്ളവരെ ആക്രമിക്കാൻ സാധിക്കുന്നത്. അവരുടെ എണ്ണം കൊണ്ടല്ല, അവരുടെ ശക്തി നമ്മുടെ മൗനമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ആചരിച്ചാൽ മാത്രം പോരാ, പ്രചരിപ്പിക്കുകയും വേണം. വേദവ്യാസ മഹർഷി അദ്ദേഹം ഗ്രന്ഥങ്ങൾ അദ്ദേഹം ആചരിച്ചു മാത്രമല്ല, അദ്ദേഹം ഞാൻ പറഞ്ഞേ മരത്തിന്റെ തോലിൽ എഴുതി വയ്ക്കാൻ എത്ര കഷ്ടപ്പാടുണ്ടോ. പഴയ ഗ്രന്ഥങ്ങൾക്ക് ഓലയിൽ ഇരുമ്പാടി കൊണ്ട് എഴുതി വയ്ക്കാനുള്ള കഷ്ടപ്പാടുകൾ ആലോചിച്ചു. പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്തിട്ട്. ആണോ അല്ലയോ? കഷ്ടപ്പെട്ട് ഈ കലാരംഗങ്ങളൊക്കെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നിലനിർത്താൻ വേണ്ടി തന്നെ. ആണോ അല്ലയോ? എന്നാൽ നമ്മളിപ്പോൾ എവിടെയോ നമ്മൾ ആചരണം അതും കുറഞ്ഞു, പ്രചരണവും കുറഞ്ഞു. വേണ്ടാത്തതാണ് പ്രചരിക്കുന്നതിൽ ശക്തിപ്പെടുന്നത്. വേണ്ടത് പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഭാഗവതമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, പക്ഷെ ഇത് അറിയുന്നവരുടെ എണ്ണം കുറവാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ വാട്സാപ്പുകളുണ്ട്, നമ്മുടെ കയ്യിൽ ഫേസ്ബുക്കുകളുണ്ട്, പല അക്കൗണ്ടുകൾ നിങ്ങളൊക്കെ പഠിച്ചവരൊക്കെ തുറക്കണം. ട്വിറ്റർ ആയാലും ശരി, ഇൻസ്റ്റാഗ്രാം ആയാലും ശരി തുറക്കണം. നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകത്തെ നമ്മളെല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതിന്റെ പ്രചാരം ശക്തിപ്പെടുമ്പോൾ ഇതിനെ എതിർക്കുന്നവരുടെ എണ്ണം ഒക്കെ പറയും. കാരണം പ്രചരിപ്പിക്കുന്നവരുടെ ശക്തി കൂടുന്തോറും എതിർക്കുന്നവർക്ക് എണ്ണം ഉണ്ടായിട്ടും കാര്യമില്ല. എപ്പോഴും ഇത് ഓർക്കുക, നല്ലവർ നിശബ്ദരാകുമ്പോഴാണ് തിന്മ ചെയ്യുന്നവന് ശക്തി കൂടുന്നത്. ഇത് നിങ്ങളോട് ഞാൻ വലിയ തത്വമൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളൊക്കെ കൃഷിക്കാരായിട്ടുണ്ട് അല്ലേ? പാടത്ത് നെല്ലും മറ്റൊക്കെ കൃഷി ചെയ്തവരാണ് നിങ്ങളുടെ പൂർവികർ, നമ്മുടെയൊക്കെ പൂർവികർ. ആണോ അല്ലയോ? നെല്ല് കൃഷി ചെയ്യുന്ന സമയത്ത്
നെല്ലിന് വേണ്ട പരിചരണം കൊടുത്തിട്ടില്ലെങ്കിൽ, നെല്ലിനെ വേണ്ട വിധത്തിൽ ശക്തിപ്പെടുത്തില്ലെങ്കിൽ പിന്നെന്താ ഉണ്ടാവുക? അവിടെ കയറി കളകൾ, പുല്ല് കയറി വളർന്നു വരും. ആണോ? പറയുന്നേ, പുല്ലിന്റെ കരുത്ത് കൊണ്ടാണോ പുല്ല് കയറിയത്, അതോ നെല്ലിനെ അവഗണിച്ചത് കൊണ്ടാണോ? ഏതായിരുന്നു സംഭവിച്ചത്? അപ്പൊ നെല്ലിനെ അവഗണിക്കുമ്പോൾ പുല്ലിന്റെ കരുത്ത് കൂടുന്ന പോലെയാണ് സമൂഹത്തിൽ. ദുർബലന്മാർക്ക് കരുത്ത് കിട്ടുന്നത് നന്മ ചെയ്യുന്നവർ സൈലന്റായിരിക്കും. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഒരു കർമ്മം വേണം. അതും നമ്മൾ തപസ് വേണം, സംസ്കൃതി ആചരിക്കണം. മൂന്നാമത്തെ നമ്മളിതിനെ പറയൂ, പ്രചരിപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് ഇറങ്ങി വരണം. നമ്മുടെ സംസ്കൃതിയുടെ മഹത്വം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ എല്ലാ കലകളുടെയും എല്ലാ ജനങ്ങളുടെയും ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യമാണ്: മാനവരാശിയെ മാനസികമായി ഉയർത്തുക. എല്ലാവരിലും പൊട്ടൻഷ്യലി ഉള്ളത് ഒരേ ദൈവീകതയാണ്. ഏകം സത്വിപ്രാ ബഹുധാ വദന്തി. നോബഡി ഈസ് വീക്ക്. ആരും ദുർബലരല്ല, ആരും ഇവിടെ തളരേണ്ടതില്ല. എല്ലാവരിലും അന്തർലീനമായ ദൈവീക ശക്തിയുണ്ട്. ദേവിയെ ആരാധിച്ചാലും കൃഷ്ണനെ ആരാധിച്ചാലും ശിവനെ ആരാധിച്ചാലും പറയുന്ന മന്ത്രങ്ങളൊന്നാണ്. നിങ്ങൾ ദേവി മഹാത്മ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത്, നമ്മൾ ദേവി മഹാത്മ്യത്തിലെ 5ാമത്തെ കഥയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരിചയമുള്ളവരുണ്ടാവുന്നത്, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്തേ 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 നമോ നമ. ഇനി 11ാമത്തെ നോക്കിക്കഴിഞ്ഞാലും അവിടെയും നമ്മൾ കാണുന്നത്, സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗതേ ദേവി നാരായണീ നമസ്തേ. സർവസ്യ ബുദ്ധിരൂപേണ, എല്ലാവരുടെയും ഉള്ളിൽ ബുദ്ധിയുടെ രൂപത്തിലിരിക്കുന്ന. അപ്പൊ ദേവി എല്ലാവരുടെ ഉള്ളിലും ഒരുപോലെ ഇരിക്കുന്നു. ലളിതാ സഹസ്രനാമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇച്ഛാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും അല്ലെ ക്രിയാശക്തിയുടെയും രൂപത്തിൽ സർവരുടെയും ഉള്ളിലിരിക്കുന്നു. ഇതെല്ലാവരുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ എന്തേ നമുക്ക് കിട്ടാത്തത്? എന്തേ നമുക്കത് അനുഭവിക്കാൻ പറ്റാത്തത്? അതിന് നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാ കലകളുടെയും ലക്ഷ്യം, എല്ലാ സംസ്കൃതിയുടെയും ലക്ഷ്യം മനുഷ്യ മനസ്സിനെ ഉയർത്തലാണ്. പക്ഷെ ഈ ഉയർത്തൽ മാത്രം ഇന്ന് നടക്കുന്നില്ല. ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ദുർബലനായി തുടരുന്നു. ക്ഷേത്രത്തിൽ പോയിട്ടും ആത്മഹത്യ ചെയ്യുന്നവരാണ്, ക്ഷേത്രത്തിൽ പോയിട്ടും തളരുന്നവരാണ്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തണം. അപ്പൊ ഉയർത്തണമെങ്കിൽ നമ്മൾ ആചരിക്കുകയും വേണം. പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല ബന്ധങ്ങൾ വരുമ്പോൾ, നല്ല സമൂഹം ഉണ്ടാകുമ്പോൾ, തളരുന്ന സമയത്ത് കൈപിടിച്ചുയർത്താൻ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് സമൂഹത്തോട് പ്രതിപത്തി ഉള്ളവരായി നമ്മൾ മാറണം. വേണ്ടയോ? നമ്മുടെ സംസ്കൃതിയെ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, ഞാൻ മുസ്ലിം സമുദായത്തിലേക്ക് നോക്കിയപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ഫലം എന്ന് പറയുന്നത് അവർ മതം കൊണ്ടും അവരുടെ മതാചരണം കൊണ്ട് നേടിയെടുത്ത ഒരു ഐക്യമാണ്. പൊതുവെ നിങ്ങൾ നോക്കൂ, ഇന്ന് പല സ്ഥലങ്ങളിലും ഒരു കാലഘട്ടത്തിൽ മുസ്ലിം പോപ്പുലേഷൻ അവിടെ ബിസിനസ് മേഖലയിൽ വളരെ കുറവായിരുന്നു. പാലക്കാടൊക്കെ പണ്ട് ഒട്ടുമില്ല, വളരെ വിരലിലാണ്, ആണോ? എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കൂ, മുസ്ലിം പോപ്പുലേഷനും മുസ്ലിം ബിസിനസ്സും എത്ര കൂടിയെന്നുള്ളത്. അതെന്റെ ഹിന്ദുക്കൾ ഇതിൽ നിന്ന് പുറകോട്ട് പോയത്, എൻ്റെ അവരെ മുന്നോട്ട് വന്നത്. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്ന ആളാണ്, ക്രിസ്ത്യൻ ഡോമിനേറ്റഡ്. ഇന്ന് അവിടെയും 5% 6% മുസ്ലിം ബിസിനസ് മേഖല കൂടി. എറണാകുളം പോലുള്ള സിറ്റിയുടെ കാര്യം പറയേണ്ടത്. എന്താ കാര്യം? കാരണം അവർ മതം കൊണ്ട് നേടിയെടുത്ത ഒരു പരസ്പര ബന്ധം. ഒരാളെ സഹായിക്കാൻ 10 പേരാണ്. ഈ കാഴ്ച ഞാൻ കണ്ടു കാണും. ഒരാളെ എയർപോർട്ടിലേക്ക് അയക്കാൻ, ഒരാളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അയക്കാൻ ഒരു കുടുംബം മൊത്തം വരുന്നത്, ആണോ? ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാൻ ഒരു കുടുംബം മൊത്തം വരുന്നത്, ആണോ? അല്ലേ? ശരിയാണ് ഞാൻ പറയുന്നത്. ഞാൻ അവരെ ഒന്നും ഇതാക്കി പറയല്ല. അവരുടെ കുടുംബത്തിൽ, അവരുടെ മതം കൊണ്ട് അവർ നേടിയെടുത്ത ഒരു ഐക്യമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഞാൻ ഹിന്ദുവിനൊരു രക്തം വേണ്ടി വന്നാൽ ഒരാളും സഹായിക്കാൻ ബ്ലഡ് ബാങ്കിലേക്ക് കൂടുകയാണ്. ഇന്ന് നമ്മുടെ കഷ്ടമാണ് ഓരോ കാര്യത്തിൽ, ആണോ? ഒരു ബിസിനസ് തകർന്നാൽ എല്ലാവരും പരിഹസിക്കുക, അനുഭവിക്കുക. ഒരു കുടുംബം തകർന്നാൽ എല്ലാവരും ഇപ്പുറത്തുനിന്ന് പരിഹസിക്കുകയാണ്. അന്നേ ഞങ്ങൾ മനസ്സിൽ വെച്ചിട്ട് 101 പവൻ കൊടുത്ത് കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഗതി.
എല്ലാവരും കൂടി പരിഹസിച്ച് വീഴ്ത്താൻ നോക്കുക. കാലുവടിക്കാനാണ് ഹിന്ദു മതത്തിൽ കൂടും നമ്മുടെ സംസ്കൃതിയിൽ ആളുകൾ ആണല്ലോ. ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ മിണ്ടില്ല എന്നുള്ള മൗനവ്രതം എടുത്തിരിക്കുകയാണ്. ശരിയാണോ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ശരിയാണോ? ഇതെന്തുകൊണ്ട് വന്നു? കാരണം നമ്മളെല്ലാം ആചരിച്ച് സൈലന്റ് മോഡിലാണ്. നമ്മൾ ആചരിക്കുകയും വേണം, സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലും ഐക്യവും ഒത്തൊരുമയും ഉണ്ടാകും. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒന്നിച്ചു വന്ന നാമജപവും ഇങ്ങനെ പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് സമൂഹം ഒന്നിച്ചു നിൽക്കുക. അപ്പോഴാണ് തളരുന്നവനെ കൈപിടിച്ചുയർത്താൻ ആരെങ്കിലും ഉണ്ടാവുക. വീഴുന്നത് നോക്കി നിൽക്കുകയല്ല, വീഴുന്നത് നോക്കി നിൽക്കുന്നവരായി ഇന്ന് മാറിയിട്ടുള്ളതിന് കാരണം നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത വളരെ കുറവാണ്. ഇതിൽ മാറ്റം ഉണ്ടാക്കിയേ പറ്റൂ. മാറ്റം ഉണ്ടാക്കണോ വേണ്ടയോ? ഓരോ വർഷവും ആഘോഷങ്ങളും വേലകളും ആഘോഷിക്കുമ്പോൾ ഉത്തരവാദിത്വം കൂടെ വരണം. കാരണം നമുക്കൊരു വിഷൻ ഉണ്ടാവണം. നമ്മുടെ ഹിന്ദു സമൂഹം where we are going, and why we are becoming more stronger and stronger. കാരണം this world needs us. കാരണം the world-ന് നമ്മൾ ആവശ്യമാണ്. കാരണം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ സാധിക്കുന്ന, എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തണം. സഹനാവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാമഹേ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ്. അല്ലാതെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മാത്രം നേരെയാവണം, മറ്റുള്ളവർ നേരെയാവരുത് എന്നുള്ളതല്ല. നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത എല്ലാവരും നേരെയാവണം. അയോധ്യയിൽ രാമക്ഷേത്രം വന്നപ്പോൾ ഏറെ സന്തോഷിക്കുന്ന ആരറിയോ? മുസ്ലിം സമൂഹമാണ്. ഞാൻ അയോധ്യയിലെ രാമക്ഷേത്രം കഴിഞ്ഞ് പ്രതിഷ്ഠാ പരിപാടികൾ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ലക്നൗ എയർപോർട്ടിലേക്ക്. ഇപ്പം എൻ്റെ കൂടെ മഹാരാഷ്ട്രയിൽ ഒരു ഫാമിലിയാണ്. ഇപ്പം എൻ്റെ കൂടെ വന്ന ഒരു അമ്മ, അവർക്കും ഇത്തിരി ടയർഡായി. ഇപ്പം ഞങ്ങളൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ, ഇതൊരു മുസ്ലിമിൻ്റെ ഹോട്ടൽ, എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, അച്ഛാ ഹോട്ടൽ में लेके जाओ. അവൻ കൊണ്ടുപോയി. അവർ ഏതോ അച്ഛായ സ്വാമി അവിടെ പോയി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ 6 പേര് 7 പേരൊക്കെ ഉണ്ട്. 6 പേരുണ്ട് ഞങ്ങൾ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് മേ ബി ഒരു ബില്ല് ഒരു 1000-1500 രൂപ ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ്. ആ മനുഷ്യൻ കൈകൂപ്പിയിട്ട് പറഞ്ഞു, നമുക്ക് കുछ पैसा नहीं, आज प्रतिष्ठा देते हैं. ये प्रतिष्ठा तो हो गया, आपको ये आपका ये बिजनेस है ना, आपको परिवार से चलना चाहिए. नहीं हम ले हो गया, नहीं आज नहीं, तो भगवान का प्रसाद है. तो इतना फुल डे ഞാൻ അങ്ങനെ കുത്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, आपका पैर दिखाओ, കാലുകൾ കാണിക്കും, കാലുകളോടണം. ഇത് സമയം ശ്രമിച്ചു നമുക്ക് റെസ്പെക്ട് തോന്നുന്നുണ്ട്. അതാണ് അവരുടെ അവസ്ഥ. കാരണം അവർക്കറിയാം ഇനിയും അവരുടെ ബിസിനസ് 10 മടങ്ങിലേക്ക് പോകാൻ തുടങ്ങും. അത്രയും ടൂറിസ്റ്റുകളും തീർത്ഥാടകരും ഇതന്നെ രാമക്ഷേത്രങ്ങളും മാറിക്കഴിഞ്ഞു അയോധ്യയിൽ. ഞാൻ സ്ഥിരമായി താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ ഒക്ടോബറിൽ എനിക്ക് എൻ്റെ കൂടെ കുറച്ച് പേര് വരുന്നുണ്ട് യൂസ്. അവർക്ക് വേണ്ടി റൂമിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചോ പറയണം, സ്വാമിജി അഭി तो बुकिंग नहीं होता है सर, मिलता नहीं, हमारा लोग को भी रूम नहीं मिलता है. അത്രയും തിരക്കാണ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ ബിസിനസ്സിൽ ചെറിയ ബിസിനസ് മുഴുവൻ ചെയ്യുന്നത് എനിക്കറിയാലോ, ദാസ്യാത്രാണ്. ഈ സ്ഥലം മുഴുവൻ മുസ്ലിം പോപ്പുലേറ്റഡ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് സുവർണ്ണ കാലമാണ്. ജീവിതത്തിൽ ചെയ്യാത്ത ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രം കൊണ്ട് ആർക്കാ പുരോഗതി ഉണ്ടായിട്ട്? ഇവിടെ മുഴുവൻ ഹിന്ദു എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ തൊഴുതു പോകും. അതിൻ്റെ ബിസിനസ് മുഴുവൻ കിട്ടുന്നത് മുസ്ലിംസ്. അവരുടെയും കൂടി ഉന്നമനം കണക്കിലാക്കിക്കൊണ്ടുള്ള വികസനം. അറിയുന്നത് പോയി നോക്കൂ, കണ്ണുകൊണ്ട് കാണാൻ എന്നിട്ട് എഴുതും ഇതിനെക്കുറിച്ച്. ഇത് പ്രചരിപ്പിക്കും. ഭാരത സംസ്കൃതി ആർക്ക് വേണ്ടിയിട്ടാണ്? അതൊരു സമൂഹത്തിന് വേണ്ടിയിട്ടല്ല, വസുദൈവ കുടുംബമാണ്. അതിലെല്ലാവരും ഉൾപ്പെടുന്നതാണ്. മനസ്സിലാവുന്നത്? ഈ ദീർഘവീക്ഷണം ഭാരതത്തിന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആരെയും ഉപേക്ഷിക്കാറില്ല. കാരണം എല്ലാവരും ഒരേ പരമാത്മ ചൈതന്യത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഒരു കൈവിരലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭാഗവതം പഠിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ കൈകളിലേക്ക് നോക്കുന്നതാണ്. ഓരോ വിരലും വ്യത്യസ്തമാണ്, പക്ഷെ പുറത്തിരിക്കുന്ന ഒരു കൈയിലാണ്. ഇതുപോലെ ജാതീയപരമായ വ്യത്യസ്തതകളുണ്ടാവും, നിൽക്കട്ടെ. മതപരമായ വ്യത്യസ്തതകളുണ്ടാവും.
പക്ഷെ എല്ലാം ഏകം സത്വിപ്രാ ബഹുദ വദന്തി. ഇതിന്റെ മാനിഫെസ്റ്റേഷൻ ഡിഫറെന്റ് ആണ്, പക്ഷെ ഇതിന്റെ എസൻസ് ഒരുപോലെ. ഇതിന്റെ മാനിഫെസ്റ്റേഷൻ വൈവിധ്യമാണ്. നിങ്ങൾ തുണി ഷോപ്പിൽ പോകുന്ന പോലെ കളർ സാരികളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇല്ലാന്നുള്ളതാണ്. പക്ഷെ നീല കോട്ടൺ എന്ന് പറയുമ്പോൾ നൂലുകളാണ്, ബാക്കിയെല്ലാം അതിൻ്റെ മുകളിൽ മുക്കിയിരിക്കുന്ന കളറും പ്രിന്റും മാത്രമാണ്. ദ ക്വാളിറ്റി ഓഫ് കോട്ടൺ ഈസ് സെയിം ആണോ? ആ എസൻസ് ഒന്നാണ് ആണോ അല്ലയോ? ഇതൊന്നും ഉണ്ടാത്തത് ക്വാളിറ്റി ഒന്ന് തന്നെയാണ്. ബാക്കിയെല്ലാം ഇഡ്ഡലി ആയാലും ശരി, ദോശയായാലും ശരി, മാവൊന്നും തന്നെയാണ്. അതിനെ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഉരുണ്ടയാക്കി എന്താണ് ഉരുട്ടിയപ്പോൾ അത് ഇഡ്ഡലിന്ന് വിളിച്ചു, അതിനെ പരത്തിയപ്പോൾ ദോശയാണ്. പക്ഷെ അരിമാവെല്ലാം ഒന്ന് തന്നെ. എന്തു പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു കാര്യം ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പൊ മൂന്നാമത്തതാണ് ആചരിച്ചാൽ മാത്രം പോരാ, അവർക്ക് പറയുക വെറുതെ പ്രചരിപ്പിച്ചാൽ പോരാ, അതിന്റെ സത്യം പ്രചരിപ്പിക്കാൻ. നമ്മുടെ കുട്ടികളെ, തലമുറകളെ ഇത് ആചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, അല്ലാതെ ഇതിന് വെറുതെ ഒരു മഹത്വം പറയാം. അവർക്കും ഇത് കണ്ടാൽ ആചരിക്കാൻ തോന്നണം. അങ്ങനെ ആചരിക്കും തോറും ഒരു ഐക്യവും ഒത്തൊരുമയും ഉണ്ടാകും. പിന്നെ ഏറ്റവും ഒടുവിലാണ് ദയ. നമ്മുടെ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകളെ നമ്മൾ കൈപിടിച്ച് ഉയർത്തുക. ഏത് ആഘോഷം ആഘോഷിക്കുമ്പോഴും താഴെത്തട്ടിലേക്ക് കൂടി നോക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ദയയാ സർവഭൂതേഷു ആശുതുഷ്യതി ആശുതുഷ്യതി ജനാർദ്ദനെ. ഭഗവാൻ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകളെ പോലും കൈപിടിച്ച് ഉയർത്തുമ്പോഴാണ് ദയ. ഇത് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് എവിടെയോ പരാജയം പറ്റിയൊരു. അതുകൊണ്ടാണ് ഈ ദയയിൽ അല്പം ഒരു കുറവ് വരുത്തിയപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കയറി വരുന്ന ഇവരെ വോട്ടിന് വേണ്ടി മുതലെടുക്കുന്നത്. ദയയിൽ അല്പം ഒരു കുറവ് പറ്റിയപ്പോഴാണ് ഇതര മതങ്ങൾ ഇവിടെ കയറി വന്ന് ദയ കാണിച്ച് അവരെ മതം മാറ്റിയത്. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഒരുപക്ഷെ ഹിന്ദു സമൂഹം ദയ കാണിച്ചിരുന്നെങ്കിൽ ആർക്കും മതം മാറ്റാൻ. ഈ മതം മാറിയതൊക്കെ എന്തുകൊണ്ടാണ്? ആരെയാണ് അവർ കൂടുതൽ മതം മാറ്റിയത്? ആദിവാസി വിഭാഗങ്ങൾ, ഹരിജന വിഭാഗങ്ങളിലൊക്കെ എന്താ മതം മാറ്റം ഉണ്ടായിപ്പോയത്? കാരണം എവിടെയോ വേണ്ടവർ അവരെ വേണ്ട പോലെ ശ്രദ്ധിച്ചു. അപ്പൊ അവർക്ക് തോന്നി ഞങ്ങളെല്ലാം ഇതിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. പഴയ കാലത്ത് ഇങ്ങനെ കുറെ അർത്ഥമായ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. തൊട്ടുകൂടായ്മയും തെല്ലിക്കൂടായ്മയും കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്തു കടന്നില്ല. ഇനിയും നമുക്ക് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ ഉയർത്തി കൊണ്ടുവരുമ്പോഴാണ് നാം എല്ലാവരും ഒന്നാണ് എന്ന ബോധം നമുക്കുണ്ടാക്കാൻ സാധിക്കും. ആണോ? വിവേകാനന്ദ സ്വാമികളെ പോലുള്ള മഹാന്മാരൊക്കെ ഇതാണ് പ്രചരിപ്പിച്ചത്. നരസേവയാണ് നാരായണ സേവ, ജനസേവയാണ് ജനാർദ്ദന സേവ എന്ന് ആവർത്തിച്ച് നമ്മളെ ഓർമ്മിച്ചത് ഈ ഒരു കാര്യത്തിൽ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും ജീവിച്ചിരിക്കുമ്പോൾ അത് കാണിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ലീല നോക്കൂ നിങ്ങൾ. അവതാര പുരുഷനായ ഭഗവാൻ ഏറ്റവും ഗ്രാമീണരായ ആളുകളുടെ ഗോപികമാരുടെയും ഗോപന്മാരുടെയും പശുപാലകന്മാരുടെ കൂടെയാണ് ജീവിച്ചത്. ആണോ? അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരണം. നിങ്ങൾ ഭാഗവതത്തിൽ ഓരോ കഥകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. കുനിഞ്ഞ് വളർന്ന് ശരീരത്തിലൊക്കെ വികൃതമുള്ള ഒരു കുർച്ചിയെ സുന്ദരിയാക്കുന്ന കൃഷ്ണനെ നമുക്ക് കാണാം. ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ എന്തിനാണ് ഈ കഥകൾ പറഞ്ഞത്? അതുപോലെ തന്നെ ഭഗവാൻ ഗോവർദ്ധനോദ്ധാരണ ലീല നടത്തുന്ന സമയത്ത്, ഗോവർദ്ധനോദ്ധാരണ ലീല ഭഗവാൻ പറയുന്ന ഒരു ശ്ലോകമാണ്. ഭാഗവതത്തിൽ അത് എത്ര പേര് മനസ്സിലാക്കിയത് അറിയില്ല. പറയാണ്, അന്നദാനം നടത്തണം. ഈ പൂജ തുടങ്ങുന്നതിന് മുമ്പ് അന്നദാനം നടത്തണം. പൂജ തുടങ്ങുന്നതിന് മുമ്പ് അന്നദാനം. ആർക്കൊക്കെയാണ്? ആശ്ചചണ്ടാള പതിദേഭ്യോ. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന തട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് അന്നദാനം നടത്തിക്കൊണ്ട് വേണം ഈ ഗോവർദ്ധനത്തെ നമ്മൾ പൂജിക്കാൻ. ഇന്നും ആ ചടങ്ങ് നോക്കൂ. നമ്മൾ ഇത് അന്ധമായി കുറച്ച് പോയി ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ നിവേദ്യം സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രീവേലി എന്നൊരു സംഭവം കാണും. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇത് ഹിന്ദുക്കൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാത്ത കാര്യമാണ്. ശീവേലി, നമ്മൾ ശീവേലി എന്ന് പറയും. എന്താ ശീവേലി? അതിന് ശരിക്കുള്ള പേര് ശ്രീഭൂതബലി എന്നാണ്. അപ്പൊ കല്ലുകളിലൊക്കെ ഇങ്ങനെ ചോറ് തൂകുന്നത്. വാസ്തവത്തിൽ അതിന്റെ ആന്തരിക അർത്ഥം സർവഭൂതങ്ങൾക്കും മറ്റുള്ള ഭൂതങ്ങൾക്കെല്ലാം അന്നം കൊടുത്തിട്ടേ ഞാൻ അന്നം സ്വീകരിക്കുള്ളൂ. മറ്റുള്ളവരോട് ദയ കാണിച്ചിട്ടേ ഞാൻ വല്ലതും
സ്വീകരിക്കുന്നു. ഇപ്പം നമ്മളിതൊന്ന് അർത്തെടുക്കേണ്ടത് എന്താണ്? മറ്റുള്ളവരോട് ദയ കാണിച്ചാലേ ഭഗവാൻ നമ്മളോട് പ്രസാദിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സഹായമാണ് നമ്മുടെ പുരോഗതിക്കുള്ള അനുഗ്രഹം. സ്വാർത്ഥത പ്രാർത്ഥിക്കുന്നിടത്തല്ല. ഞാൻ സമൂഹത്തിന് നന്മ ചെയ്യുമ്പോൾ, അർഹതപ്പെട്ടവർക്ക് സഹായം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന സന്തോഷമാണ് എൻ്റെ പുരോഗതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ വെച്ചടിക്ക് മനുഷ്യൻ കയറും. ഇന്നത്തെ പത്രമൊക്കെ വായിക്കണം നിങ്ങൾ. കേരളത്തിലെ ഏറ്റവും സമ്പത്തിന്റെ ഉന്നത തലത്തിലെത്തിയ ഒരു ആളാണ് ബൈജൂസ് ആപ്പ്. കോവിഡ് കാലത്ത് അവർ കയറി 4,000 കോടി അസറ്റിലേക്ക്, അതിന് 24,000 കോടി അസറ്റിലേക്കൊക്കെ പോയി ഇന്നിപ്പോൾ അയാളെ കമ്പനി പുറത്താക്കിയിരിക്കുകയാണ്. ബാങ്ക്രപ്സി എപ്പോൾ വരുമ്പോൾ നോക്കിയാൽ മതി. ഇന്നലെ വരെ കോടീശ്വരനായി ജീവിച്ച ആളെ 2-4 ദിനം കൊണ്ട് ഒരുത്തനെ മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റി പിച്ചക്കാരനാക്കാനും കാലത്തിലധികം സമയം വേണ്ട. ഇത് നമ്മുടെ മുന്നിലുള്ള പ്രത്യക്ഷ അനുഭവങ്ങളാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയാം. അപ്പം നമ്മളെ കുട്ടികളോട് പറയണം, ശരിക്കുള്ള പുരോഗതി വരുന്നത് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, അവരുടെ മനസ്സിലുണ്ടാകുന്ന പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന, നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കണം. അതിന് മറ്റുള്ളവർ പ്രാർത്ഥിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് അതിനു വേണ്ടി വല്ലതും പറയൂ. പരോപകാരാർത്ഥമിതം ശരീരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും, ഞാൻ ജീവിക്കുന്നതന്നെ ലോകസംഗ്രഹം ഏവാക്കി. ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, ജഗത്ഹിതത്തിന് വേണ്ടിയിട്ടാണ്, ജഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ജഗത്തിന്റെ ഹിതം ചെയ്യുമ്പോൾ എൻ്റെ ഹിതവും ഉണ്ടാക്കും. ഇത് നമുക്ക് മാറ്റിയെടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ 4 കാര്യങ്ങൾ ഇത് ഓർത്ത് വയ്ക്കുക. ഒന്ന് തപസ്സാണ്, നാമജപത്തിലൂടെ നേടിയെടുക്കണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ ആഘോഷങ്ങളെയും ആചരണങ്ങളെയും ആചരിക്കണം. അപ്പൊ നമുക്ക് ഒരു ശുദ്ധീകരണം വരും. ഇതിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കണം, പകർന്നു നോക്കണം. അപ്പൊ ശക്തി വരും. നമ്മുടെ ഹിന്ദു സമൂഹത്തിന് ഐക്യം വരും. അപ്പൊ നമ്മളെ കൂടെ നിൽക്കാൻ ആളുകൾ, ഒരു സഹായത്തിന് ആളുകൾ, നല്ല സമൂഹം വളർന്നു വരും. 4മത്തതാണ്, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ പുരോഗതി. നമുക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ പ്രാർത്ഥനയെ ഭഗവാൻ കേൾക്കാൻ പോകില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ല ഭഗവാൻ കേൾക്കുക. കുട്ടികളോട് പറയണം, നിങ്ങൾ പ്രാർത്ഥിച്ചതൊന്നും ഭഗവാൻ കേൾക്കില്ല. ഒരു പ്രാർത്ഥനയെ ഭഗവാൻ കേൾക്കുന്നത് അറിയോ? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരിലൂടെ ഭഗവാൻ നമുക്ക് വേണ്ടത് എത്തിച്ചു തരും. അതാണ് ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ അനുഭവമാണ്. ശ്രീരാമസ്വാമി നോക്കൂ നിങ്ങൾ, ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അദ്ദേഹം ശ്രീരാമസ്വാമിയുടെ അടുത്തെത്തി. പിന്നെ ആ ശ്രീരാമസ്വാമിക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ ശ്രീരാമസ്വാമി ഉപാസിക്കുന്നവരെ രാമൻ അനുഗ്രഹിക്കുന്നു. അല്ലെ? ശ്രീരാമസ്വാമി ഉപാസിക്കുന്ന ആളുകളെ പോലും ആര് അനുഗ്രഹിക്കും? ശ്രീരാമസ്വാമി അനുഗ്രഹിക്കുകയാണ്. അത് തൻ്റെ ഭക്തനാണ്, തൻ്റെ ദാസനാണ്. അപ്പൊ ദാസനെ ഉപാസിക്കുന്നവരെ ഭഗവാൻ അനുഗ്രഹിക്കാൻ പറയുമ്പോൾ അർത്ഥം എടുക്കേണ്ടത് നമ്മൾ തൻ്റെ ഭക്തന്മാർ ആര് സഹായിക്കുന്നുണ്ടോ ആ ഭക്തന്മാരെ സഹായിക്കുന്നവരെ ഞാനും സഹായിക്കും. അങ്ങനെയുള്ളൊരു സംസ്കാരം അത് നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്തായ പൈതൃകമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ വേല കൊണ്ട് ധന്യമാകുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു പുനർവിചാരമുണ്ടാകട്ടെ. നമ്മുടെ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മളതിനെന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിന് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, എല്ലാവരും ഒന്നും ഉയർന്ന് ചിന്തിക്കുക. കാരണം നാളെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരത സംസ്കാരത്തെ നമുക്ക് എത്തിക്കണം. വേണ്ടയോ? ലോകത്തിൽ സമ്പത്തിൽ അമേരിക്കയായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. കാരണം അവർ കണ്ടമാനം കട്ടുകൊടുക്കുകയും രാജ്യത്തുന്നുണ്ട്. എന്നാൽ ലോകത്തിൽ സംസ്കാരത്തിന്റെ പേരിൽ മുന്നിൽ നിൽക്കേണ്ടത് ഉറക്കെ പറയൂ. അത് ആരാണ് എത്തിക്കേണ്ടത്? അത് നമ്മൾ ഓരോരുത്തരും കർത്തവ്യം. ഇവിടെ ഈ വേലയോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ലോകത്തിന്റെ നെറുകയിലേക്ക് എത്താൻ ഭാരതത്തിന്റെ എല്ലാ കോണിൽ നിന്നും ആത്മാർത്ഥമായ പരിശ്രമമുണ്ട്. കേരളത്തിലാണ് ഇത്തിരി കുറവുള്ളത്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു നെഗറ്റിവിറ്റി നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് ഒരു പുനർചിന്തനം ഉണ്ടാക്കണം. വേണ്ടേ? എതിർക്കുന്നവരെ കടന്നു പോയി
അവസാനം അവർ പോലും ലജ്ജയോടുകൂടി പറയണം, ഞങ്ങൾ അന്ന് എതിർത്തതൊട്ടും ശരിയായില്ല എന്നൊരു കുറ്റബോധം എന്നെങ്കിലും അവർക്ക് വരണം. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇവിടെ എത്തിച്ചേർന്നതിൽ. ഇവിടെ ഈ ഒരു മഹത്തായ ഒരു ഉത്സവ സമയത്ത് ഇങ്ങനെയൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഒരു പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രവർത്തകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഞങ്ങൾ ഓരോരുത്തരെയും പ്രസൻസിന് മുന്നിൽ നമസ്കാരവും അറിയിക്കുകയാണ്. ഇവിടെ മറ്റൊരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ്. ഗുരുവായൂർ പൈതൃകം ഭാരതത്തിൻ്റെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കൃതിയെ പ്രചരിപ്പിക്കുന്നതിൽ, നേരത്തെ പറഞ്ഞ പ്രചരിപ്പിക്കുന്നതിൽ ഏറെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ തുള്ളൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വൈറലായിട്ട് ആരും എനിക്ക് അയച്ചിരിക്കുകയാണ്. ലൈവായിട്ടാണ് എന്തോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി തുള്ളൽ നടത്തിയ അദ്ദേഹം തുള്ളൽ പ്രചരിപ്പിക്കുന്ന, കലകളെ പ്രചരിപ്പിക്കുന്ന മഹത് വ്യക്തിത്വമാണ്. പിന്നെ ഇവരെല്ലാവരും ഗുരുവായൂർ പൈതൃകം പ്രവർത്തകരെ ഗുരുവായൂരിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട്, ഗുരുവായൂരത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സംസ്കൃതിയെ പ്രചരിപ്പിക്കുന്ന ഈ പൈതൃക കുടുംബം 2024 ഏപ്രിൽ 20 മുതൽ അവിടെ സപ്താഹയജ്ഞം നടത്താൻ പോവുകയാണ്. നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അതിൻ്റെ ഒരു ദോഷപ്രകാശനത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ജനിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കും. ഇതിൻ്റെ പ്രവർത്തനം എല്ലാവരോടും എത്തിച്ചേർന്നത് ഒരു നല്ലൊരു കയ്യടി നമ്മുടെ സംസ്കൃതിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ, അപ്പുറത്തോടെ, സേവനഭാവത്തോടെ പ്രവർത്തിക്കുന്ന അവർക്ക് ഞങ്ങളെല്ലാവരുടെയും സഹായം വേണം, സഹകരണം വേണം. ഞങ്ങളെല്ലാവരും അവരെ ക്ഷണിക്കും. ഗുരുവായൂരിലേക്ക് ഞങ്ങളെല്ലാവരും ഒത്തുകഴിയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം, മാറ്റിയെടുക്കണം. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് മാറ്റിയെടുക്കണം. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ചട്ടക്കൂട് നമ്മളെ സ്ട്രോങ് ആക്കിക്കൊണ്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. വേണോ വേണ്ടേ? എത്ര പേർക്ക് അതിന് ഒരു തോന്നുന്നത് എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് വേണം ഞാൻ പോകാമെന്നുള്ളത്? ഇത് മതി, ഇത്രയും ആൾക്കാർ മതി. നമ്മൾ വിചാരിച്ചാൽ തന്നെ കുറേ ആൾക്കാരുകൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് സാധിക്കട്ടെ. അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുന്നു.